Good morning, everyone. Welcome to the Hindu Editorial Analysis of 11th Jan 2022. Welcome to Ada 24/7 Malayalam channel. എല്ലാവർക്കും സ്വാഗതം, നമസ്കാരം. This is Rindu Sebastian. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് വൊക്കാബ്സ് ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മുടെ റെഗുലർ സെഷൻ മൺഡേ ടു ഫ്രൈഡേ 9 AM to 10 AM ആണ്. അപ്പം ആദ്യമായിട്ട് വരുന്നവർക്കാണെങ്കിൽ പറഞ്ഞു തരാം, നമ്മുടെ ക്ലാസ് ആദ്യമേ നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഇന്നത്തെ വന്നിരിക്കുന്ന ആർട്ടിക്കിൾസ് എന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തു പോകുന്നു. അതിനുശേഷം നമ്മൾ ഫ്രേസസ്, ഇഡിയംസ് ഒക്കെ നോക്കും. അതിനുശേഷം നമ്മൾ സിനോണിംസ്, ആന്റണിംസിലോട്ട് പോകുന്നു, വൊക്കാബുലറി ആണ്. എന്നിട്ട് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അനാലിസിസ് ഓഫ് ദ ആർട്ടിക്കിൾ ഓഫ് ദി ഡേ, ഇന്നത്തെ ആർട്ടിക്കിൾ ഏതാ നോക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്നു, അതിലെ ഗ്രാമർ സ്ട്രക്ചേഴ്സ്, വൊക്കാബ് എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നു. എന്നിട്ട് നമ്മൾ സ്പോട്ട് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു, ഇന്നത്തെ ഹോംവർക്കും തരുന്നു. സോ ദാറ്റ്സ് ഹൗ അവർ സെഷൻ ഗോസ് ഓൺ. അതുപോലെ തന്നെ നമ്മൾ ഈ സെഷൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ നിങ്ങൾക്ക് റീഡിംഗ് കോംപ്രഹെൻഷൻ ഒരുപാട് കൂട്ടാം. നിങ്ങൾക്ക് പാസേജുകൾ വരുന്നു, ആർട്ടിക്കിൾസ് വരുന്നു റീഡിംഗ് കോംപ്രഹെൻഷനിൽ. അതിപ്പോൾ ഒബ്ജക്റ്റീവ് ആയിക്കോട്ടെ, ഡിസ്ക്രിപ്റ്റീവ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾക്ക് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യാൻ ഈ റീഡിംഗ് എബിലിറ്റി നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അനലൈസ് ചെയ്ത് ഡെയിലി നിങ്ങളിങ്ങനെ പോകുമ്പോൾ അത് നിങ്ങൾ ഒരുപാട് എഫക്റ്റീവായിട്ട് ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഒബ്വിയസ്ലി നിങ്ങളുടെ വൊക്കാബ് എൻറിച്ച് ചെയ്യുന്നത് ഏറ്റവും ബെസ്റ്റ് മെത്തേഡാണ്. ആൻഡ് ഗ്രാമർ സ്ട്രക്ചേഴ്സ് ഡെയിലി പഠിക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് മനസ്സിലാവും. എന്നിട്ട് നമുക്ക് അടുത്ത ഒരു കാര്യം പറയുകയാണെങ്കിൽ സ്പോക്കൺ ഇംഗ്ലീഷ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേറ്റീവ് സ്കിൽസ് നിങ്ങൾ എഫക്റ്റീവായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. എസ്പെഷ്യലി ഇപ്പോൾ നമ്മൾ ഹൈക്കോർട്ട് ടെസ്റ്റിലെ സ്റ്റുഡൻസ് ഒരുപാട് പേര് നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോൾ നമുക്കറിയാം 10 മാർക്സ് നമുക്ക് ഇൻ്റർവ്യൂവിന് തന്നെ ഉണ്ട്. അപ്പോൾ ഇൻ്റർവ്യൂവിൽ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വേർഡ്സ് വെച്ചിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ കോൺവേഴ്സ് ചെയ്യാൻ പറ്റിയാൽ യു വിൽ ബി പെർഫോമിങ് ബെറ്റർ അല്ലേ. അങ്ങനെ പെർഫോം ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഗുഡ് റിസൾട്ട്സ്. അപ്പോൾ ജോബ് കിട്ടാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. സോ ഫോക്കസ് ഓൺ ഓൾ ദീസ് ആസ്പെക്ട്സ്. എന്നിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ടുഡേയ്സ് എഡിറ്റോറിയൽ സെഷൻ. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം, ഗുഡ് മോർണിംഗ്. അപ്പോൾ താമസിപ്പിക്കുന്നില്ല, നമുക്ക് നേരെ തുടങ്ങാം നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട്. 17% ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും, ടെസ്റ്റ് സീരീസിനും, ഇ ബുക്സിനും ഒക്കെ. അപ്പോൾ എൻ്റെ കോഡ് ഇതാണ് Y314. നിങ്ങൾക്ക് Ada 24/7 ആപ്പ് വഴിയോ അല്ലെങ്കിൽ ada247.com എന്ന വെബ്സൈറ്റ് വഴിയോ നമ്മുടെ കോഴ്സുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ് നമ്മുടെ ആപ്പ്. അല്ലാത്ത iOS യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റിലൂടെ വരിക കേട്ടോ. ഓക്കെ, അപ്പോൾ ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യുക, എന്നിട്ട് നിങ്ങൾ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുക. ഏത് കോഴ്സാണെങ്കിലും പർച്ചേസ് ചെയ്താൽ മതി. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഇമെയിൽ ID വെച്ച് തന്നെ ലോഗിൻ ചെയ്യണം കേട്ടോ. അതൊരു പ്രത്യേക ഒരു കാര്യമാണ്. അതുപോലെ ഗൂഗിൾ പേ, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡൊക്കെ ഓപ്ഷൻസ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് കോഴ്സ് പർച്ചേസ് ചെയ്യാനായിട്ട്. വളരെ ചീപ്പസ്റ്റ് റേറ്റിൽ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി എഡ്യൂക്കേഷൻ നമ്മൾക്ക് തരുന്നതായിരിക്കും. സോ മിഷൻ HCA എന്ന് പറഞ്ഞൊരു പുതിയ ബാച്ച് നമുക്കുണ്ട്. ഇപ്പോൾ 50 days പ്രിപ്പറേഷൻ ബാച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. ജനുവരി 3 തുടങ്ങിയതാണ്. 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ. അപ്പോൾ ഒരു ഏകദേശം 5 മണിക്കൂറോളം ക്ലാസ് ഡെയിലി നമ്മൾ പോകുന്നുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അപ്പോൾ ഇനി ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ഡിസ്ക്രിപ്റ്റീവ്, ഒബ്ജക്റ്റീവ് എല്ലാം ഇൻക്ലൂഡഡ് ആണ്. അതുകൂടാതെ RRCയുടെ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് കോർപ്പറേഷൻ്റെ ഗ്രൂപ്പ് D എക്സാം വരുന്നുണ്ട്. 50 ഡേയുടെ ക്രാഷ് കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 31 ഡിസംബർ. ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ട് ജോയിൻ ചെയ്ത്. ഇതുപോലെ തന്നെ 1.5 മണിക്കൂറിൻ്റെ 3 ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, അതുകൂടാതെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് ഡിസ്ക്രിപ്റ്റീവിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ഒരു കോഴ്സ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ വരുന്ന വെള്ളിയാഴ്ച 14. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ 1500 രൂപയ്ക്കുള്ളിലാണ് നിങ്ങൾക്ക് ഈ കോഴ്സ് പർച്ചേസ് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഡിസ്ക്രിപ്റ്റീവ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിക്കുന്നു. വിത്ത് 20 മണിക്കൂറുകളോളം ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. 10 ദിവസത്തെ കോഴ്സാണ്. ഞാനും റീമ മിസ്സും കൂടിയാണ് കൈകാര്യം ചെയ്യുന്നത്. കൂടാതെ നമ്മുടെ കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻഡിവിജ്വൽ അസസ്മെൻറ്റ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. 5 essays ആൻഡ് 5 പ്രേസീസ് നമ്മൾ കറക്റ്റ് ചെയ്തായിരിക്കും ഓരോ കുട്ടികൾക്കും. ആൻഡ് നിങ്ങളെ സെപ്പറേറ്റ് ആയിട്ട് ടെലിഗ്രാം ഗ്രൂപ്പിലോട്ടൊക്കെ നമ്മൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ദാറ്റ്സ് ഹൗ ഇറ്റ് ഈസ്. അപ്പോൾ അതല്ലാതെ അസസ്മെൻറ്റ് വേണ്ടാത്തവർക്ക് അസസ്മെൻറ്റ് ഇല്ലാതെ 1000 താഴെ ഡിസ്ക്രിപ്റ്റീവ് കോഴ്സ് മാത്രം പർച്ചേസ് ചെയ്യാനുള്ളൊരു ചാൻസും അവൈലബിൾ ആണ് കേട്ടോ. കോഴ്സ് നോക്കുക കേട്ടോ. അതുകൂടാതെ നമ്മുടെ 10th ലെവൽസ് പ്രിലിംസിൻ്റെ വേണ്ടിയിട്ടുള്ള കോഴ്സ് കഴിഞ്ഞ ദിവസം നമ്മൾ ഇന്നലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. VFA, ബെവറേജ് LD, മുനിസിപ്പൽ കോമൺസ് LD, അങ്ങനെ 10th ലെവൽ എക്സാംസിന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മെയ് ആയിരിക്കും അത് പ്രതീക്ഷിക്കുക എക്സാം, അല്ലെങ്കിൽ April, May സമയത്താണ്. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം. നമ്മൾ വിദഗ്ധരായ ഒരു പാനൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടെ ഉണ്ട്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. നമുക്ക് നോക്കാം. ആൻഡ് മെനി essays എഴുതിക്കല്ല, ഞാൻ ടോപ്പിക്ക് തരും. essay നിങ്ങൾ എഴുതിയിട്ട് എനിക്ക് തരുന്നു, അനലൈസ് ചെയ്യുന്നു. അല്ല ഞാൻ എഴുതിപ്പിക്കുക എന്നുള്ളതില്ല. I don't make you do it, but I tell you to do it. I suggest you to do it and you do it and send it to me. അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, സോ മൂവിങ് ഓൺ. ഇന്നത്തെ കോട്ടിലേക്ക് യു ഹാവ് ടു ഡു വാട്ട് ഈസ് റൈറ്റ് ഫോർ യുവർ സെൽഫ്. നോബഡി എൽസ് ഈസ് വാക്കിംഗ് ഇൻ യുവർ ഷൂസ്.
നമുക്ക് വേണ്ടത്, അപ്പം എനിക്ക് ഉചിതമെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യണം. അതിപ്പോൾ ആര് പറയടാ ഈ ജോലിയാണ് നിനക്ക് നല്ലത്, ഇത് ചെയ്യുക എന്ന് പറഞ്ഞ് നമ്മളെ ലിമിറ്റ് ചെയ്യാൻ ശ്രമിച്ചാൽ ഡോണ്ട് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ലിമിറ്റേഷൻസ്, നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എത്ര വരെ പോകാൻ പറ്റും, എത്ര സക്സസ്സിൽ പോകാൻ പറ്റും എന്നുള്ളത് നിങ്ങൾക്കറിയാം. സോ റിമെമ്പർ, യു ഹാവ് ടു ഡിസൈഡ്. നിങ്ങൾ വിചാരിക്കണം, നിങ്ങൾ തീരുമാനിക്കണം എന്താണ് എനിക്ക് ഉചിതം എന്നുള്ളത്, അല്ലേ? അപ്പോൾ അവനവന് ഉചിതം ഏതാണെന്ന് അവനവൻ തീരുമാനിക്കുക. ബിക്കോസ് വേറെ ആരും നിങ്ങളുടെ ഷൂസിൽ, നിങ്ങളുടെ പാത്തിലൂടെ, നിങ്ങളുടെ ലൈഫിലൂടെ പോകുന്നില്ല. നിങ്ങൾ അനുഭവിക്കുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ ചിന്താഗതി, നിങ്ങൾ അനുഭവിക്കുന്ന ഓരോ കാര്യങ്ങളും, അല്ലെങ്കിൽ നിങ്ങൾ എൻകൗണ്ടർ ചെയ്യുന്ന ഓരോ വ്യക്തികളുടെ കൂടെയും എൻകൗണ്ടർ ചെയ്യാൻ വേറെ ആരും ഇല്ല. അതുകൊണ്ട് യു ഹാവ് ടു ഡിസൈഡ് വാട്ട് ഈസ് റൈറ്റ് ഫോർ യുവർ സെൽഫ്. അപ്പോൾ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ കേട്ടോളൂ, വാട്ട് ഈസ് ഗുഡ് ഫോർ യു എന്ന് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം. സോ ദാറ്റ് മീൻസ് യു മസ്റ്റ് ബി ദ ഓണർ ഓഫ് യുവർ ഓൺ ഡിസിഷൻസ്. എല്ലാ തീരുമാനങ്ങളും നമ്മൾ എടുക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും ഒരു കാര്യം ഞാൻ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എല്ലാ റെസ്പോൺസിബിലിറ്റിയും നിങ്ങളായിരിക്കണം, നിങ്ങൾ തന്നെ ഏറ്റെടുക്കണം. അതിപ്പോൾ നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ബി ഇറ്റ് ഗുഡ് ഓർ ബാഡ്. ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് ആ ഒരു വളരെ പോസിറ്റീവായ നോട്ടിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ബി ദ ചാമ്പ്യൻ ഓഫ് യുവർ ഓൺ ഡിസിഷൻസ്, ബി ദ മാസ്റ്റർ ഓഫ് യുവർ ഓൺ ഡിസിഷൻസ്. ഓൾ റൈറ്റ്, അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തേർഡിന് തുടങ്ങിയ ക്രാഷ് ബാച്ചിൽ ഇനി ജോയിൻ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റും, ജോയിൻ ചെയ്യാം, ധൈര്യമായിട്ട് ചോദിച്ചോളൂ കേട്ടോ. ഓൾ റൈറ്റ്, ഓക്കെ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഒരാഴ്ച ആയിട്ടുള്ളൂ. റെക്കോർഡ് ക്ലാസ്സുകളും നമ്മുടെ എല്ലാ കോഴ്സുകൾക്കും റെക്കോർഡും ലൈവ് സെഷൻസും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ കോഴ്സ് ജോയിൻ ചെയ്തപ്പോൾ 2 ദിവസം താമസിച്ചാണ് നിങ്ങൾ ജോയിൻ ചെയ്താലും റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ട് അവിടെ കിട്ടും. ഓക്കെ, നിങ്ങൾക്ക് ടീച്ചേഴ്സിനെ ഇൻഡിവിജ്വലായിട്ട് കോൺടാക്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ അസിസ്റ്റൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഡൗട്ട്സ് ഉണ്ട് നമ്മളോട് ചോദിക്കാം, ഒരു പ്രശ്നമില്ല കാര്യത്തിലൊക്കെ. ഓൾ റൈറ്റ്, സോ ദാറ്റ്സ് ഇറ്റ്, ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഇന്ന് 2 ആർട്ടിക്കിളാണ് ഇന്ന് വന്നിരിക്കുന്നത്. 2 വളരെ കോമൺ ആയ ആർട്ടിക്കിളാണ്. ഒന്ന് നമ്മുടെ നോർത്തിൽ ഇലക്ഷൻ വരുന്ന കാര്യത്തെ പറ്റി നിങ്ങൾക്ക് അറിഞ്ഞാൽ, സോ വി ആർ ലിവിങ് ഇൻ എ ഡെമോക്രസി അല്ലേ? നമ്മളൊരു ഡെമോക്രസിയിലാണ് ജീവിക്കുന്നത്. അപ്പം ഡെമോക്രസിയിൽ ഇലക്ഷൻ വരുന്നു, അപ്പോൾ ഡിസിഷൻ മേക്കിംഗ് അങ്ങനെയുള്ള കാര്യത്തിൽ എത്ര എഫക്റ്റീവ് ആണ് എന്നുള്ളതിൻ്റെയാണ് ഒരു ആർട്ടിക്കിൾ എന്നുള്ളത്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈസ് റിഗാർഡിംഗ് ഒമിക്രോൺ കേസസ് ആൻഡ് വാക്സിനേഷൻ ബൂസ്റ്റർ ഡോസസ്. ബൂസ്റ്റർ ഡോസസ് കൊടുത്തു നമ്മുടെ ഹെൽത്ത് ഫ്രണ്ട് ലൈൻ വർക്കേഴ്സിനൊക്കെ. ബൂസ്റ്റർ ഡോസ് 10th മുതൽ കൊടുക്കാൻ തുടങ്ങി, 9th and 10th കൊടുക്കാൻ തുടങ്ങി. ആൻഡ് എങ്ങനെയാണ് റിസൾട്ട് എന്നൊക്കെ ഉള്ളതാണ്. പക്ഷേ എങ്കിലും നമ്മൾക്കറിയാം, അത് വളരെ കോമൺ ആയിട്ട് നമ്മൾ എന്നും ഈ വാക്സിനേഷനെ പറ്റി കേട്ട് അതുകൊണ്ട് ഞാൻ അത് വായിക്കുന്നില്ല. വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് അതർ വൺ, ഇലക്ഷനെ പറ്റിയുള്ള ഒരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ ഇന്നൊന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. പക്ഷേ രണ്ടിടത്തിലും ഒരുപാട് ന്യൂ വേർഡ്സ് ഒന്നും അങ്ങനെ ഇല്ല, എന്നാൽ കുറച്ച് ഇഡിയംസ് ആൻഡ് ഫ്രേസസ് അധികം ഉണ്ട്. അപ്പോൾ നമ്മൾ അതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൂടുതലായിട്ടും. പക്ഷെ എല്ലാ വാക്കുകളും നമ്മൾ എന്തായാലും എടുത്തിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ രണ്ടും ഒന്ന് വായിച്ചു നോക്കുക, നിങ്ങൾക്ക് എപ്പോഴും ഗുണമാണ്. മറ്റേ ഒമിക്രോൺ കേസിൻ്റെ കാര്യം നോക്കിക്കോളൂ. അപ്പം ആർക്കൊക്കെ ബൂസ്റ്റർ ഡോസ് അവൈലബിൾ ആണ് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ വായിച്ചു നോക്കണം. സെക്കൻഡ് ഡോസ് എടുത്തു കഴിഞ്ഞിട്ട് 39 വീക്സ് കഴിഞ്ഞവർക്ക് അല്ലേ, അവർക്ക് എന്ത് കൊടുക്കാം? ഈ പറയുന്ന ഇത് നമ്മുടെ ബൂസ്റ്റർ ഡോസ് അറ്റൈൻ ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആൾക്കാർക്ക് പറ്റുന്നുള്ളൂ എന്നുള്ളത് ഒരു കാര്യമായിട്ട് ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. പക്ഷേ എത്ര ഉണ്ടായാലും സെക്കൻഡ് ഡോസ് എടുത്താലും, അല്ലെങ്കിൽ കൊമോർബിഡിറ്റീസ് ഉള്ള വയസ്സായ വൾണറബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും, വൺസ് കോവിഡ് അഫക്റ്റ് ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും ബൂസ്റ്റർ ഡോസ് എടുത്തിട്ടും ഫുൾ പ്രൊട്ടക്ഷൻ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് എ സിൽവർ ബുള്ളറ്റ്. അതൊരു സിൽവർ ബുള്ളറ്റ് ഒന്നും അല്ല എന്ന് നമ്മൾ പറയില്ലേ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത്രേ ഉള്ളൂ, ഇതുവരെ തീരുമാനിക്കപ്പെട്ടിട്ടില്ല ഇതുകൊണ്ട് കംപ്ലീറ്റ്ലി ക്യോർഡ് ആവും, എല്ലാം സേഫ് ആവും എന്നുള്ളത് പറയപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു മെത്തേഡ് കാണുന്നവരെ വി ഹാവ് ടു ബി സേഫ് ആൻഡ് സൗണ്ട്. നിങ്ങൾ തന്നെ നിങ്ങളുടെ സേഫ്റ്റി ഉറപ്പുവരുത്തണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അത് എപ്പോഴും നിങ്ങൾ അറിഞ്ഞിരിക്കുക. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് അബൌട്ട്. അപ്പോൾ ഇന്ന് നമുക്ക് ആർട്ടിക്കിളോട്ട് പോകുന്നത് ഇലക്ഷൻ റിലേറ്റഡ് ആയ ആർട്ടിക്കിൾ, പൊളിറ്റിക്കൽ ആർട്ടിക്കിളാണ്. അപ്പോൾ അതിൽ ആദ്യത്തെ ഇഡിയം ആൻഡ് ഫ്രേസസിലോട്ട് പോകും. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ഇഡിയംസ് ആൻഡ് ഫ്രേസസ്. ആദ്യത്തേതാണ് ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ. ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ ഒരു തവണ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ഗാർഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ട് ചെയ്യാന്നല്ലേ. സോ ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ അത് താഴെ ഇടുക. ദാറ്റ് മീൻസ് റിലാക്സ് ആൻഡ് സ്റ്റോപ്പ് ബീങ് കെയർഫുൾ ആൻഡ് അലേർട്ട്. റിലാക്സ് ചെയ്യാണ്, ഇനിയിപ്പോൾ പയ്യെ അങ്ങ് റിലാക്സ് ചെയ്തേക്കാം. ദാറ്റ് മീൻസ് യു സ്റ്റോപ്പ് ബീങ് കെയർഫുൾ ആൻഡ് അലേർട്ട്. നിങ്ങൾ അലേർട്ട് ആവുക അല്ലെങ്കിൽ കെയർഫുൾ ആവുന്നതിൽ നിന്ന് കുറച്ചൊന്ന് റെസ്റ്റ് എടുക്കാം, ഒരു ബ്രേക്ക് എടുക്കാം. ലെറ്റ് മീ ടേക്ക് എ ബ്രേക്ക് എന്ന് വിചാരിക്കുവാണെങ്കിൽ യു ആർ ലെറ്റിംഗ് യുവർ ഗാർഡ് ഡൗൺ. ഡോണ്ട് ലെറ്റ് യുവർ ഗാർഡ് ഡൗൺ. ചിലർ പറയല്ലേ ഡോണ്ട് ലെറ്റ് യുവർ ഗാർഡ് ഡൗൺ. ദാറ്റ് മീൻസ് നീ നിന്റെ ഇതേ ശ്രദ്ധ വിട്ടു പോകുന്നുണ്ട്, ബ്രേക്ക് എടുക്കരുത്, ഇപ്പോൾ ബ്രേക്ക് എടുക്കരുത്. ഡോണ്ട് ലെറ്റ് യുവർ ഗാർഡ് ഡൗൺ റൈറ്റ് നൗ ബിക്കോസ് എക്സാംസ് ആർ അപ്രോച്ചിങ്, അങ്ങനെയൊക്കെ പറയാറില്ല. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ അതിനെയാണ് ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ എന്ന് പറയാം. ശ്രദ്ധിക്കണം കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഓൾ റൈറ്റ്, യാ യു ആർ ദ മാർക്കർ ഓഫ് യുവർ ഡെസ്റ്റിനി അജന്തി. യെസ് ഓക്കെ ഫൈൻ. അപ്പോൾ നോക്കിയാൽ അടുത്താണ് സിൽവർ ബുള്ളറ്റ്. ഞാനിപ്പോൾ കുറച്ച് മുമ്പ് പറഞ്ഞു ഇറ്റ്സ് നോട്ട് എ സിൽവർ ബുള്ളറ്റ് അല്ലേ. നീ പറ ബൂസ്റ്റർ ഡോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ സിൽവർ ബുള്ളറ്റ്. എന്താ സിൽവർ ബുള്ളറ്റ്?
മിത്തിക്കൽ ടേമിൽ, മിത്തിക്കൽ അല്ല, ഐ മീൻ നമ്മൾ നിങ്ങൾക്കറിയാം വാമ്പയർ ഡയറീസ്, വാമ്പേഴ്സ് അല്ലെങ്കിൽ വാമ്പയർസ് അല്ലെങ്കിൽ വെയർവോൾഫ്സിനെ പറ്റിയൊക്കെ അറിയാം. ഫാൻസി ആയിട്ടുള്ള ഫെയറി ടെയിൽസ് ആണ് ഇവയൊക്കെ. അപ്പോൾ നമ്മുടെ സിൽവർ ബുള്ളറ്റ് എന്താ പറയുക, എ ബുള്ളറ്റ്, സിൽവർ കളറുള്ള ബുള്ളറ്റ് ഇസ് യൂസ് ടു കിൽ വെയർവോൾഫ്. ഒരു വെയർവോൾഫിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ബുള്ളറ്റിനാണ് സിൽവർ ബുള്ളറ്റ് എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതൊരു ഇഡിയമാണ്. ഇത് ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ ഇസ് എൻ ഇഡിയം. സിൽവർ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇഡിയമാണ്. സിൽവർ ബുള്ളറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ, സീമിംഗ്ലി സിമ്പിൾ സൊല്യൂഷൻ ടു കോംപ്ലക്സ് പ്രോബ്ലം. പ്രശ്നം വലിയ ഗുരുതരമായ ഒരു പ്രശ്നമാണ്, വലിയ പ്രശ്നമാണ്, ഇറ്റ്സ് എ ബിഗർ പ്രോബ്ലം. പക്ഷേ ആ കോംപ്ലക്സ് പ്രോബ്ലത്തിന് വളരെ സിമ്പിളായ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നെങ്കിൽ that you call it as a silver bullet. അതിനെ നിങ്ങൾക്ക് വിളിക്കാം സിൽവർ ബുള്ളറ്റ് എന്ന് വിളിക്കാം. സീമിംഗ്ലി സിമ്പിൾ സൊല്യൂഷൻ, അത് കമ്പാരിറ്റീവ്ലി വളരെ സിമ്പിൾ സൊല്യൂഷൻ ആണ് ടു കോംപ്ലക്സ് പ്രോബ്ലം, എ ബിഗർ പ്രോബ്ലം, എങ്കിൽ ദാറ്റ് ഈസ് എ സിൽവർ ബുള്ളറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് സിൽവർ ബുള്ളറ്റ്. ഓർത്ത് വെച്ചോളാം, ഇഡിയമാണ്, ഓർത്ത് വെച്ചോണേ. അടുത്ത നോക്കിയേ, അലോങ് ദ ലൈൻസ് ഓഫ് സംതിങ്. അലോങ് ദ ലൈൻ, അലോങ് വിത്ത് സംവൺ എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ നമുക്കറിയാം, ഏകദേശം സിമിലർ ആയിട്ട് അല്ലെ, ഇൻ അക്കോർഡൻസ് വിത്ത്, ഇൻ റിലേഷൻ വിത്ത് എന്നൊക്കെ അല്ലേ. സോ അലോങ് ദ ലൈൻസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഇഡിയോമാറ്റിക് എക്സ്പ്രഷൻ ആണ്. ദാറ്റ് മീൻസ് റഫ്ലി സിമിലർ ടു സംതിങ്. എക്സാക്ട്ലി സിമിലർ അല്ല, ഏറെക്കുറെ സിമിലാരിറ്റി ഉണ്ട്, സാമ്യമുണ്ട് മറ്റൊരു കാര്യമായിട്ട്. റഫ്ലി സിമിലർ ടു സംതിങ് എങ്കിൽ യു ക്യാൻ സേ അലോങ് ദ ലൈൻസ് ഓഫ് സംതിങ് എന്ന് പറയാം. അലോങ് ദ ലൈൻസ് ഓഫ് സംതിങ് എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. Nowadays people let guard down by not wearing masks. Great. Yes. People do that. Of course people do that. അപ്പോൾ ഇങ്ങനെ പറയാം, ലെറ്റ് ദെയർ ഗാർഡ് ഡൗൺ പറയാം, കുറച്ചുകൂടെ ഇതായിട്ട് ഇഫക്റ്റീവ് ആയിട്ട് പറയാം. ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ അല്ല, അപ്പോൾ അവിടെ എന്ന് കൊടുക്കാം പീപ്പിൾ ലെറ്റ് ദെയർ ഗാർഡ് ഡൗൺ, അവരുടെ ഗാർഡ്. ഓക്കെ, വജ്രായുധം പോലെയാണോ സിൽവർ ബുള്ളറ്റ്? ഏറെക്കുറെ അതെ, വജ്രായുധം പോലെ തന്നെയാണ് സിൽവർ ബുള്ളറ്റ്. നമ്മൾ പറയില്ലേ, ഇത് വെച്ചിട്ട് ഇന്നയാളെ കൊല്ലാൻ പറ്റും, കൊല്ലാൻ പറ്റില്ല. അത് ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരുപാട് നമുക്ക് മിത്തുകളുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ, രാമായണത്തിൽ മഹാഭാരതത്തിലൊക്കെ പറയാറില്ലേ. അപ്പോൾ നമ്മുടെ ഇന്ന ഒരാളെ ഇങ്ങനെ കൊല്ലാൻ പറ്റില്ലെങ്കിൽ പിന്നെ ശിവൻ എങ്ങാനും പുറത്തോട്ട് ഇറങ്ങും, ശിവൻ ഇറങ്ങുന്നു അല്ലെങ്കിൽ വിഷ്ണു ഒക്കെ ഇറങ്ങിയിട്ടങ്ങ് പറയും, ഓക്കെ നമ്മളൊരു പുതിയ പ്രതിവിധി കണ്ടെത്തുക, എന്തെങ്കിലും വേഷം മാറി വരുന്നു, മോഹിനി രൂപത്തിൽ വരുന്നു, അങ്ങനെയൊക്കെ വന്നിട്ട് എന്തെങ്കിലും ഒരു മെത്തേഡ് കണ്ടുപിടിക്കില്ലേ. ദീസ് ആർ ദ സിൽവർ ബുള്ളറ്റ്സ്. അവയൊക്കെയാണ് നമ്മൾ സിൽവർ ബുള്ളറ്റ്സ് വിളിക്കുക. എന്തെങ്കിലും ഒരു പുതിയ നടക്കാൻ പറ്റാത്ത ഭയങ്കര കോംപ്ലക്സ് ആയ ഒരു സൊല്യൂഷൻ ആയിരിക്കും, അവരിറങ്ങുന്നു, വളരെ സിമ്പിൾ ആയിട്ട് അതിനെ സൊല്യൂഷൻ കണ്ടെത്തുന്നു. ദാറ്റ് സിൽവർ ബുള്ളറ്റ്. ഓക്കെ, അടുത്താണ് സ്റ്റിക്ക് ടു സംതിങ്. നമുക്കറിയാം സ്റ്റിക്ക് ടു ദ പോയിന്റ്, സ്റ്റിക്ക് ടു ദ ഐഡിയ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്, കണ്ടിന്യൂ ഡൂയിങ് സംതിങ് വിതൗട്ട് എനി ചേഞ്ച്. അതിനോട് മുറുകെ പിടിച്ച് നിൽക്കുക, അത് ചേഞ്ച് ചെയ്യാൻ പോലെ. കണ്ടിന്യൂ ഡൂയിങ് ഓർ യൂസിങ് സംതിങ് വിതൗട്ട് എനി ചേഞ്ച്, അത് ചേഞ്ച് ഒന്നും വരുത്താതെ, മാറ്റം വരുത്താതെ കണ്ടിന്യൂ ചെയ്യുവാണ്. ഒരു കാര്യത്തെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ യു ക്യാൻ സേ യു ആർ സ്റ്റിക്കിംഗ് ടു സംതിങ്. സ്റ്റിക്ക് ടു ദ റൂൾസ് വൈൽ യു ആർ ഡീലിംഗ് വിത്ത് എ പ്രോബ്ലം, ഓർ stick to the rules while you are in college, or stick to the rules while you are in an institution, അല്ലെങ്കിൽ stick to the decorum while you are in working in our company എന്നൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ടോ? മീൻസ് ഇപ്പൊ ചെയ്യുന്ന കാര്യം മര്യാദയ്ക്ക് ചെയ്തു പോവുക, അതിൽ നീ മാറ്റമൊന്നും വരുത്താൻ നിൽക്കണ്ട അല്ലേ. ദാറ്റ്സ് വാട്ട് സ്റ്റിക്ക് ടു സംതിങ്. അടുത്താണ് ബെയർ ദ ബേർഡൻ. ബെയർ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അറിയാം, ടോളറേറ്റ് ചെയ്യുക, സഹിക്കുകയാണ് ഒരു കാര്യം. സോ ബെയർ ദ ബേർഡൻ മീൻസ് ടേക്ക് ദ സ്ട്രെയിൻ. റെസ്പോൺസിബിലിറ്റി ഈസ് ഇൻ യുവർ ഹാൻഡ്. കാര്യം നിന്റെ കയ്യിലാണ്, പണി നിന്റെ കയ്യിലാണ്. യു ഹാവ് ടു ബെയർ ദ ബേർഡൻ. ദാറ്റ് മീൻസ് യു ഹാവ് ടു ടേക്ക് ദ സ്ട്രെയിൻ. അത് ഒരു കാര്യം തുടങ്ങി വെക്കുക ആൻഡ് അവസാനിപ്പിക്കുക ഈസ് ഇൻ യുവർ ഹാൻഡ്സ്. റെസ്പോൺസിബിലിറ്റി ഈസ് ഓൾ അപ് ടു യു. അതിനെയാണ് ഓൾ ഓൺ യു. അതിനെയാണ് നമ്മൾ പറയാം ടേക്ക് ദ സ്ട്രെയിൻ, അല്ലെങ്കിൽ യു സേ ബെയർ ദ ബേർഡൻ. ബെയർ ദ ബേർഡൻ എന്ന് പറയുന്നു. ഓർത്ത് വെച്ചോണം കേട്ടോ. Okay, yeah. When Indian Army guarded down its patrolling across Lake, China began to make infiltration. Yes, wearing mask is not a silver bullet against corona. Yes, it is not. But let's be a little more careful, alle? The doctor advised the patient not to let his guard down, though he has recovered from the accident. Great. That's great sentence. മദർ ടോൾ മീ ഡോണ്ട് ലെറ്റ് മൈ മദർ ടോൾ മീ ആംപ് അങ്ങനെ ഉപയോഗിക്കുമ്പോൾ എന്താ പ്രശ്നം പറയും. ഇപ്പം ആംപ് ഉപയോഗിക്കുന്ന ഇതൊരു ഇൻഡയറക്റ്റ് സ്പീച്ചാണ്. അമ്മ എന്നോട് ഇങ്ങനെ പറഞ്ഞു എന്ന് വേറൊരാളോട് പറയുമല്ലേ. ഫോർ എക്സാമ്പിൾ ആംപ് ഇപ്പം എന്താ ചെയ്യുന്നത്, അമ്മ എന്നോട് ഇങ്ങനെ അമ്മ ആംപിനോട് പറഞ്ഞ കാര്യം എന്നോട് പറയാം, അല്ലെങ്കിൽ നമ്മൾ എല്ലാവരോടും കൂടി പറയാണ്. അപ്പോൾ യു ആർ യൂസിങ് തേർഡ് പേഴ്സൺ നറേറ്റീവ്, അല്ലെങ്കിൽ യു ആർ യൂസിങ് റിപ്പോർട്ടഡ് സ്പീച്ച്. അപ്പം എങ്ങനെ വരണം, മൈ മദർ ടോൾ മീ നോട്ട് ടു ലെറ്റ് മൈ ഗാർഡ് ഡൗൺ ബൈ ഗോയിങ് ദെയർ. ക്ലിയർ? അങ്ങനെ പറയാം, നോട്ട് ടു ലെറ്റ്. അപ്പം അമ്മ പറഞ്ഞ ഡോണ്ട് ലെറ്റ് യു ഗാർഡ് ഡൗൺ എന്നല്ലേ, അതിനെ ഇമ്പറേറ്റീവ് സെൻറ്റൻസ് നമ്മൾ ഇങ്ങോട്ട് മാറ്റുമ്പോൾ റിപ്പോർട്ടർ സ്പീച്ചിലോട്ട് മാറ്റുമ്പോൾ ഇങ്ങനെ വരും, മൈ മദർ ടോൾ മീ നോട്ട് ടു. ഇങ്ങനെ ചെയ്യരുത് എന്നാണെങ്കിൽ നോട്ട് ടു. ഓക്കെ, അല്ലെങ്കിൽ ടു ഇൻഫിനിറ്റീവിലോട്ട് വരുന്നു. അതാണ് കേട്ടോ വ്യത്യാസം. എഡ്യൂക്കേഷൻ ഇസ് സിൽവർ ബുള്ളറ്റ് ടു ഇനീക്വാളിറ്റി.
All right, okay. You should bear the burden as the fault is yours. All right, great. She believed it to be a silver bullet that can be accomplished without any further delay. Great. Following a proper timetable is obviously a silver bullet to crack down any exam. Okay, great. If you find silver bullet, then you can win everywhere. Okay, everywhere, win everywhere. Okay, elladithum. Oh, correct, yes. Modi suggested beating utensils as a silver bullet against COVID spread. Yeah, once he said that. I remember. Earlier period of COVID-19, yes, he said that. അടുത്ത നോക്കാം റോൾ ഔട്ട്. വളരെ കോമൺ ആയിട്ട് ഒമിക്രോൺ കേസുകളെ പറ്റി പറയുമ്പോഴാണെങ്കിൽ, വാക്സിനേഷനെ പറ്റി പറയുകയാണെങ്കിൽ, ജാബിനെ പറ്റി പറയുകയാണെങ്കിൽ, എനി ടൈം വെൻ വി റെഫർ ടു ഒമിക്രോൺ, COVID-19 ഓർ വാക്സിനേഷൻ, റോൾ ഔട്ട് എന്ന വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും. റോൾ ഔട്ട് എന്ന വാക്ക് ഇതിൻ്റെ അകത്ത് മാത്രമല്ല നമ്മൾ കേട്ടിട്ടുണ്ടാവുക, നമ്മുടെ ഏതൊരു ഇക്കണോമി റിലേറ്റഡ് ആയിട്ടുള്ള എസ് എ വന്നാലും, ഫിനാൻസ് റിലേറ്റഡ് ആയ എസ് എ വന്നാലും അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നാലും, അപ്പോൾ എപ്പോഴും ഉള്ളൊരു വാക്കാണ് റോൾ ഔട്ട്. ഐ മീൻ വാക്കല്ല, ഫ്രേസൽ വെർബാണ് റോൾ ഔട്ട്. റോൾ ഔട്ടിൻ്റെ റോള് വെർബും ഔട്ട് നമുക്ക് ഉപയോഗിക്കാം അഡ്വേർബ് എക്സ്പ്രഷൻ ആയിട്ട്. സോ അത് ഒരുമിച്ച് വരുന്നതാണ് ഫ്രേസൽ വെർബ്, യു നോ ഇറ്റ് അല്ലേ. അപ്പോൾ റോൾ ഔട്ട് മീൻസ് ലോഞ്ച് ഓർ ഇൻട്രൊഡ്യൂസ് എ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പുതിയ പ്രൊഡക്റ്റ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ഒരു പുതിയ സർവീസ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്, അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യാണ്. ദാറ്റ് ഈസ് റോൾ ഔട്ട്. ഓക്കെ, യെസ്. എന്നാൽ അതേസമയം റോൾ ഔട്ടിന് നമുക്ക് നൗൺ ആയിട്ട് ഉപയോഗിക്കാം. അത് രണ്ടും കൂടെ ഒരുമിച്ച് വരുമ്പോൾ റോൾ ഔട്ട് ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ, ഓൾ റൈറ്റ്, അതിനാണ് റോൾ ഔട്ട്. ഹൈഫനേറ്റഡ് ആയിട്ടാണെങ്കിൽ ഒരുമിച്ച് വന്നാലും നോ പ്രോബ്ലം. പക്ഷേ ഗ്യാപ്പ് ഇട്ട് എഴുതുമ്പോൾ അത് എന്താണ് വരുന്നത്, ഗ്യാപ്പ് ഇട്ടാൽ അത് ഫ്രേസൽ വേർബായി. ഞാൻ പറഞ്ഞിരുന്നു അതിൻ്റെ ഡിഫറൻസ്. അപ്പം മറക്കണ്ട കേട്ടോ കാര്യം. യെസ്, ഐ ഫൗണ്ട് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റിക്ക് ടു സംതിങ് ഫോർ ഐ ഷിഫ്റ്റഡ് മൈ ഡിസിഷൻസ് ഡേ ബൈ ഡേ. ഓക്കെ, ദാറ്റ്സ് ഗ്രേറ്റ്. ഓൾ റൈറ്റ്. We should not let our guard down until we reach the goal of having a government job. Good. Her artwork is along the line of Ram's artwork. Okay. Stick to your opinion to create an identity. That's great. From the presidential chair of Indian National Congress, Maulana Muhammad Ali referred a suggestion to roll out untouchable equality between Hindus and Muslim. Okay. All right. All right. റോൾ ഔട്ട് എൻഡോഴ്സ് എന്നുള്ള ഒരു അർത്ഥം വരും. ഓക്കെ, കുഴപ്പമില്ല. ദോ ഹി വാസ് അക്വിറ്റഡ് ഫ്രം ദ ക്രൈം ഹി ബേർഡ് അല്ല, ബേറിന്റെ പാസ്റ്റൻസ് എന്താണെന്നറിയാമോ? ബേറിന്റെ പാസ്റ്റൻസ് എന്താ? ബോർ, BORE, ബോർ. ഓൾ റൈറ്റ്, V2 ബോർ ആണ് കേട്ടോ, ഓർത്ത് ചോദി. ബേർ, ബോർ. ഓക്കെ ഓക്കെ അപ്പം ബോർ ദ ബർഡൻ ഓഫ് everyone's accusation. Several environment-based projects are tailored along the lines of Gargill report. Okay, ICMR rolls out a tablet for COVID. Okay, even though I need to bear the burden, I stick to the stove. All right. Online schooling, let go guard down. അങ്ങനെയല്ല കേട്ടോ നീതു. അപ്പോൾ ലെറ്റ് ഡൗൺ ആരുടെയാണ്? ലെറ്റ് ദ സ്റ്റുഡൻസ് ഗാർഡ് ഡൗൺ ഇൻ ദ സ്റ്റഡീസ്. അല്ല, ഇൻ ദ സ്റ്റഡീസ് അല്ല, ഓൺ ദ സ്റ്റഡീസ്. സ്റ്റഡീസിൽ പറയാം, ഫോക്കസ് ഓൺ. ശരിയാ. ഓക്കെ, ഫൈൻ. ഒന്നുകൂടി മാറ്റി പറയാം. ഓൺലൈൻ സ്കൂളിംഗ്, let the students guard down in their studies. Okay, let the object variya. He always bears the burden of his entire family members. Okay, if the government can eradicate poverty, it will be a silver bullet to the nation. Yes, it will. He rolled out his new business. Okay, although the team was two goals behind, the coach insisted to stick to the plan of all out attack. Okay, great. Sometimes women bear the burden to live at their husband's home. Okay, yes. The manager advised the employees not to let their guard down until they achieve their target. Great, Binsi. We should bear the burden and stick to studies in order to be successful. Yes. If you wish to start this billion project, you should bear the burden. Okay. PM complained about Punjab government let the guard down on his security. Yeah, he said. Kerala is not a silver bullet to Kerala's present scenario. Okay. Some officers force his subordinates to bear the burden of work. Yeah. You stick on to your. ഇങ്ങനെ പറയണം ചേർത്തെ. സ്റ്റിക്ക് ടു അല്ലെങ്കിൽ സ്റ്റിക്ക് ഓൺ ടു രണ്ടും കറക്റ്റാ. അപ്പം എന്ത് വേണം? ടു വേണം അവിടെ. You should stick on to your decision. Stick on your decision അല്ല. You should stick on to your decision. Whatever may happen, let's see. That's it. Okay. After the death of the parents due to COVID, the elder daughter had to bear the burden of the rest of the family. All right, great. So remember, once again, let one's guard down, silver bullet, along the lines of something, stick to something, bear the burden, roll out. ഇതാണ് നമ്മുടെ ഇന്നത്തെ phrases and idioms. അപ്പോൾ നമുക്ക് 6 phrases and idioms ഒരുമിച്ചുണ്ട്. Remember that. നമുക്ക് നേരെ പോകാം ഇന്നത്തെ synonyms.
So today's synonym, first one, restrained. Restrain ചെയ്യുക is a verb. ഓർത്ത് വെച്ചോ, ഞാൻ എപ്പോഴും പറയുന്നതാണ്, restrain എന്ന് പറയുന്നത് verb ആണ്, restrained എന്ന് പറയുന്നത് noun ആണ്. Complain എന്ന് പറയുന്നത് noun ആണ്, verb ആണ്. Complaint എന്ന് പറയുന്നത് verb ആണ്. അതുപോലെ restraintum complaintum അതുപോലെയാണ്. So restraint means control, prudence. ശ്രദ്ധയോടെ കാര്യങ്ങൾ നോക്കുകയാണ് നമ്മൾ, വളരെ അലേർട്ടായിട്ട് നോക്കുന്ന ഒരു കാര്യത്തിനാണ് റെസ്ട്രെയിൻറ്റ് എന്ന് പറയാം. മോഡറേഷൻ, ഒന്ന് മോഡറേറ്റ് ചെയ്ത് പോവുക, ദാറ്റ്സ് ഇറ്റ്. റെസ്ട്രെയിൻറ്റ്, കൺട്രോൾ, പ്രുഡൻസ്, മോഡറേഷൻ എന്നൊക്കെയാണ് നൗണിൻ്റെ മീനിങ്. ഓർത്ത് വെച്ചോളൂ കേട്ടോ. വൺ ഷുഡ് നോട്ട് ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ അൺടിൽ യു അച്ചീവ് യുവർ ഡ്രീം. അല്ല കാർത്തിക, വണ്ണിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ യു എങ്ങനെ വരും? തെറ്റല്ലേ? അപ്പം എങ്ങനെ പറഞ്ഞാൽ വൺ ഷുഡ് നോട്ട് ലെറ്റ് വൺസ് ഗാർഡ് ഡൗൺ അൺടിൽ വൺ അച്ചീവ് വൺസ് ഡ്രീം. ഓക്കെ. ഇൻഷുറൻസ് കമ്പനീസ് ആർ ബെയർ അല്ല, ഇൻഷുറൻസ് കമ്പനീസ് ആർ ബെയറിംഗ് ദ ബേർഡൻ ടു ദ എംപ്ലോയീസ് ടു അച്ചീവ് ദ ടാർഗറ്റ്. ഒന്നെങ്കിൽ അങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനീസ് ബെയർ ദ ബേർഡൻ എന്ന് കൊടുക്കുക. 6 കഴിഞ്ഞിട്ട് V3 വന്നോ കുഴപ്പമില്ല, പക്ഷെ V3 വരരുത് ഇവിടെ അത് പാസീവ് വോയിസ് അല്ല. അതുകൊണ്ട് 6 കഴിഞ്ഞിട്ട് V3 വരരുത്. 6 കഴിഞ്ഞിട്ട് ING ഫോമിൽ കണ്ടിന്യൂസ് ടെൻസ് കൊടുക്കുക, അല്ലെങ്കിൽ 6 കട്ട് ചെയ്യുക, അപ്പോൾ കമ്പനി കറക്റ്റായി. 6 ബെയറിന് വരും, വെറും ബെയർ മതി. ഓൾ റൈറ്റ്. അടുത്ത് പറയാം. Ada 24/7 rolled out a comprehensive guide for its exam focusing on exercises based in the Latin verb. Based in Latin pattern, latest pattern അല്ല, based on the latest pattern. കേട്ടോ, ബേസ്ഡ് ഓൺ ആണ്. ഡോൺസ് ബേസ് എന്ന വേർബിന്റെ കൂടെ ഒരിക്കലും എന്ത് കൊടുക്കില്ല, നമ്മൾ ഒരിക്കലും ബേസ് എന്ന് പറയില്ല, ബേസ്ഡ് ഓൺ. റൈറ്റ്. മൂവിങ് ഓൺ. വിമൻ യൂഷ്വലി ബെയർ ദി ബർഡൻ ഓഫ് മാരേജ്. ഓക്കെ. ദ ഇ-കൊമേഴ്സ് ജയൻസ് ആർ കമ്പീറ്റിംഗ് വിത്ത് ഈച്ച് അതർ ഫോർ റോളിംഗ് ഔട്ട് ന്യൂ ഡിസ്കൗണ്ട്സ്. അപ്പോൾ ഇ-കൊമേഴ്സ് ജയൻസ് ഒരുപാട് പേരുണ്ടെങ്കിൽ ഒരിക്കലും നമ്മൾ ഈച്ച് അതർ കൊടുക്കരുത്, വൺ അനദർ കൊടുക്കണം. ഈച്ച് അതർ 2 പേരെ പറ്റിയാണ് പറയുന്നതെങ്കിൽ യു ക്യാൻ സേ ഈച്ച് അതർ, 2 പേരെ പറ്റി. അല്ലെങ്കിൽ ഓൾവേസ് യൂസ് വൺ അനദർ. കേട്ടോ, ഒന്ന് ശ്രദ്ധിച്ചോണം കേട്ടോ. അൻമരി, യെസ്, ഗ്രേറ്റ്. ഐ ഷുഡ് ബെയർ ദ ബർഡൻ ഇഫ് ഐ ചോസ് എ ജോബ് ആസ് മൈ ഓൺ ഡിസിഷൻ. ഓക്കെ, ഓൾ റൈറ്റ്. ഐ ഷുഡ് ബെയർ, ഇഫ് ഐ ചോസ് എന്ന് പറഞ്ഞാൽ ഇഫ് ഐ ചൂസ് അല്ലേ, ചൂസ് ചെയ്താൽ എന്നല്ലേ പറയുന്നത്. അപ്പോൾ അത് പാസ്റ്റ് ടെൻസിൽ കൊണ്ടുവരേണ്ട കാര്യമില്ലല്ലോ. ആസ് വി ഗാർഡ് ഡൗൺ അവർ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി വി പെർഹാപ്സ് മേ ഹാവ് ടു ബെയർ ദി ബർഡൻ ഇൻ ഫ്യൂച്ചർ. ഓക്കെ. ദ പോലീസ് ട്രൈ ടു റിസ്ട്രെയിൻ ദി ക്രൗഡ് ഡ്യൂറിംഗ് ദ ഇലക്ഷൻ റാലി. ഓൾ റൈറ്റ്. ആസ്മ കനോട്ട് ബി ക്യൂർഡ് ബട്ട് ഇറ്റ് ക്യാൻ ബി റിസ്ട്രെയിൻഡ് അല്ല, അവിടെ ക്യാൻ ബി കഴിഞ്ഞിട്ട് റിസ്ട്രെയിൻഡ് വരുമോ? ശരത്തെ, ഞാൻ ഇപ്പോൾ പറഞ്ഞോളൂ, വേർബ് ഇതാണെങ്കിൽ V3 ഫോം ED ആണ്, റിസ്ട്രെയിൻഡ് ആണ്. ഓക്കെ. റെസ്ട്രെയിൻറ്റ് വന്നാൽ അത് നൗൺ ആണ് കേട്ടോ. ED ഫോമുലേഷൻ ആണ് V2 ആൻഡ് V3. അപ്പോൾ റെസ്ട്രെയിൻറ്റിൽ ED കൊടുക്കണം കേട്ടോ ശരത്ത് അവസാനം. അതിൽ വിഡ്രോവൽ ഓഫ് കറൻസി മേക്ക് സം അല്ല, മെയ്ഡ്സ് അല്ലെങ്കിൽ മെയ്ഡ് കൊടുക്കുക കേട്ടോ. അതെന്തുകൊണ്ടാണ് പ്രവീണ? വിഡ്രോവൽ ആണ് അവിടുത്തെ സബ്ജക്റ്റ്, വിഡ്രോവൽ നൗൺ ആണ്. അപ്പോൾ വിഡ്രോവൽ ആണ് അവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ അതിനെന്ത് കൊടുക്കണം? മേക്ക് അല്ല കൊടുക്കേണ്ടത്, സിംഗുലർ ആയിട്ട് വേർബ് കൊടുക്കുക. കോൺകോർഡ്, മേക്സ് സം റെസ്ട്രെയിൻസ് ഇൻ എക്സ്പോർട്ട്. ഓർ മെയ്ഡ് എന്ന് പറഞ്ഞാലും കറക്റ്റ് പാസ്റ്റ് ടെൻസിലാണെങ്കിൽ നോ പ്രോബ്ലം. ഈ പറയുന്ന സബ്ജക്ട് വേർബ് ഗിവന്റെ പാസ്റ്റ് ടെൻസിൽ വരുന്നില്ല. ഇറ്റ് ഈസ് ബെറ്റർ ടു സ്റ്റിക്ക് ഓൺ ടു യുവർ പ്ലാൻസ് അൺടിൽ യു അച്ചീവ് യുവർ ഗോൾ. പാസ്റ്റ് ടെൻസ് വരുന്നില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, വോസ് ഒക്കെ വന്ന പ്രശ്നമായി. വോസ് വേറെ, അതിൽ സെപ്പറേറ്റ് ഉണ്ട്. ബാക്കി എല്ലാ വേർബും പാസ്റ്റ് ടെൻസ് ഒരേപോലെ, എല്ലാ സബ്ജക്റ്റുകൾക്കും ഒരേപോലെ. യാ, അടുത്ത എന്തായിരുന്നു പറഞ്ഞത്? ഇറ്റ് ഇസ് വെരി അനോയിങ്. ഇറ്റ്സ് വെരി അനോയിങ്ങിൽ അപ്പോസ്ട്രോഫി വേണ്ടേ? ഇറ്റ്സ് വെരി അനോയിങ്. ആ അപ്പോസ്ട്രോഫി ഇല്ലെങ്കിൽ മീനിങ് മാറി, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇറ്റ്സ് വെരി അനോയിങ് ടു സീ ദ common people bearing the burden of heavy taxes and fines in our country. എക്സാക്ട്ലി, അതിൽ അപ്പോസ്ട്രോഫി ഇട്ട് കൊടുക്കാൻ മറക്കല്ല കേട്ടോ. കാർത്തിക് എഴുതിയതിൽ യു സബ്ജക്റ്റായി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ലെറ്റ് യു ഗാർഡ് വരുമോ? വരും, ഉറപ്പായിട്ടും. യൂത്ത് വെച്ചിട്ടാണ് സബ്ജക്റ്റായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ലെറ്റ് യു ഗാർഡ് കറക്റ്റാ. ഇനി വൺ വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നെങ്കിൽ വൺസ് ഗാർഡ് വരണം. ദേ വെച്ചിട്ടാണ് വരുന്നെങ്കിൽ ദെയർ ഗാർഡ് വരണം അല്ലേ. ഹി ആണെങ്കിൽ ഹിസ് ഗാർഡ്, ഷീ ആണെങ്കിൽ ഹർ ഗാർഡ്, അങ്ങനെ. മനസ്സിലായില്ലേ? ദാറ്റ്സ് ഇറ്റ്, അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ ആഫ്റ്റർ സ്ട്രഗ്ലിംഗ് എ ലോട്ട് ഷീ ടുക്ക് സിൽവർ ബുള്ളറ്റ് ഫോർ ഹർ സർവൈലൻസ്. ഓക്കെ. വി ഷുഡ് റെസ്ട്രെയിൻഡ്. പിന്നെ രാജേശ്വരി, റെസ്ട്രെയിൻഡ് നൗൺ ആണേ. പ്ലീസ് ലിസൺ ടു മീ വൺസ് അഗൈൻ. ഞാൻ വീണ്ടും പറയാണ്, റെസ്ട്രെയിൻഡ് ടി വന്നാൽ അത് നൗൺ ആണ്, ഇറ്റ്സ് നോട്ട് വേർബ്. വേർബ് ആണെങ്കിൽ റിസ്ട്രെയിൻ എന്നാ പറയാം. അപ്പോൾ ED ആണ്. കംപ്ലൈൻറ്റ് പോലെ ഒന്നും ശ്രദ്ധിക്കാതെ കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കംപ്ലൈൻ എന്ന സാധനം വേർബ്, കംപ്ലൈൻ എന്ന് പറയുന്ന വേർബാണ്. ഓക്കെ, നോക്കുക, കംപ്ലൈൻ എന്നുള്ളത് വേർബാണ്. അതുപോലെ റിസ്ട്രെയിൻ എന്നുള്ളത് വേർബാണ്. ഓക്കെ, രണ്ട് V1 ഇടുവാണ് ഞാൻ. അപ്പം അതിൻ്റെ V2 എന്താ? കംപ്ലൈൻറ്റ് V2. ഓക്കെ, V3 അത് തന്നെയാണ്,
റെസ്ട്രെയിൻഡ്. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലേ നിങ്ങൾക്ക്? ഇതാണ് V2. ഓക്കെ. റെസ്ട്രെയിൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നൗണ, കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ അത് നൗണ. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡിഫറൻസ് എപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്ലാസ്സിൽ പെയ്ഡിലും വന്നിട്ടുണ്ട്, IT-യിൽ ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ എഡ്ജോടെ സമയത്ത് അറിയാതെ ഞാൻ എല്ലാം അങ്ങ് പറഞ്ഞിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത വാക്കാണ് അഡ്വേഴ്സറിയൽ. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒപ്പണന്റ് അല്ലേ? അഡ്വേഴ്സറി നൗൺ ആണ്, അപ്പോൾ ഒപ്പണന്റ് എന്ന അർത്ഥം. അപ്പോൾ അഡ്വേഴ്സറിയൽ എന്ന് പറഞ്ഞാൽ അല്ലേ, ഒപ്പോസിങ്, ആന്റഗോണിസ്റ്റിക്, ആന്റിപത്തറ്റിക്, ഹൊസ്റ്റൈൽ, എതിരുള്ളത്. മനസ്സിലായോ? അപ്പോൾ അഡ്വേഴ്സറി എന്ന് പറഞ്ഞാൽ എനിമിയും ഒപ്പണന്റ് എന്നൊക്കെ പറയും. എനിമി എന്ന് വേണ്ട, ഒപ്പണന്റ് എന്ന് പറയാം. അഡ്വേഴ്സറി ഒപ്പോണന്റ് ആണ്. അപ്പോൾ അഡ്വേഴ്സറിയൽ എന്ന് പറഞ്ഞാൽ ആന്റഗോണിസ്റ്റ്, ഒപ്പോസിങ്, അല്ലെങ്കിൽ ആന്റിപത്തറ്റിക് ഓർ ഹൊസ്റ്റൈൽ. അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ ആയതുകൊണ്ട് കേട്ടോ. അടുത്താണ് ഡിവിസിവ് എന്നുള്ളത് ഡിവിഷൻ എന്ന നൗണിൽ നിന്ന് വന്നതാണ് കേട്ടോ. ഡിവിസിവ് എന്ന് പറഞ്ഞാൽ ഡിവിഷൻ എന്ന നൗണിൽ നിന്ന് വന്നതാണ്. നിങ്ങൾക്കറിയാം ഡിവിഷൻ എന്ന് പറഞ്ഞാൽ ചേരിതിരിവ്, തിരിക്കുക, സെപ്പറേഷൻസ് അല്ലേ. ഡിവിസിവ് എന്ന് പറഞ്ഞാൽ എലിനേറ്റിംഗ്, ഒറ്റപ്പെടുത്തൽ, ഓർ എസ്ട്രേഞ്ചിങ്, വീണ്ടും ഒറ്റപ്പെടുത്തൽ, ഐസൊലേറ്റിംഗ്. ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി പറഞ്ഞിട്ടില്ലേ, അതാണിത്. ഡിവിസിവ് മീൻസ് എലിനേറ്റിംഗ്, എസ്ട്രേഞ്ചിങ് ഓർ ഐസൊലേറ്റിംഗ്. നമ്മൾ ഇന്നാൾ ഡിസ്കസ് ചെയ്ത വാക്ക് തന്നെയാണ്. അടുത്ത വാക്ക് ഡിപ്ലോയ്മെന്റ്. കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ക്ലാസിഫിക്കേഷൻ, ഡിസ്ട്രിബ്യൂഷൻ, ഡിസ്പോസൽ എന്നൊക്കെ. എസ്പെഷ്യലി നമ്മൾ ആർമി ട്രൂപ്പ് ഒക്കെ പറയുമ്പോഴാണ് ഡിപ്ലോയ്മെന്റ് എന്ന് പറയാം. ഓക്കെ, ഓർത്ത് വെച്ചോളൂ കേട്ടോ. വി ഷുഡ് റിസ്ട്രെയിൻ അവർ സെൽഫ്. ഞാൻ പറഞ്ഞില്ല, രാജേഷ് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ഇറ്റ് വാസ് ഹിസ് അഡ്വേഴ്സൽ ആൻഡ് അഡ്വേഴ്സിയൽ ആൻഡ് അവറീഷ്യസ്. അവേഴ്സിവ് എന്നൊരു അർത്ഥവും കൂടി ഇതിനുണ്ട്. അത് ഞാൻ പറഞ്ഞു തന്നില്ലല്ലോ അല്ലേ? അല്ല, അവേഴ്സിവ് ഇവിടെയല്ല വരുന്നത്. ദേഷ്യം എന്നുള്ള ഒരു അർത്ഥമില്ലേ അവേഴ്സിവ്? നല്ല കലിപ്പ്, ദേഷ്യം എന്നൊക്കെ പറയില്ല. അവേഴ്സിവ് നല്ല ദേഷ്യമാണ്, വളരെ ഹേറ്റഡ് അല്ലേ. അവേഴ്സിവ് എന്നൊരർത്ഥം ഇതിന് വരും, ഒരു കുഴപ്പമില്ല. ഓക്കെ, aversive. Approach like that led to his destruction. Okay, I was addicted to gaming after I completed my degree. It took a lot of effort to restrain myself. Okay, that's great. All the variants of COVID-19 are along the lines of one another. Okay, never restrain yourself to be out of your comfort zone. Okay, sometimes we are restrained. Avade veendum ajante we are restrained. Avade endu vanna ed formulation vende, v3 vende. Sometimes we are restrained, ned, by the so-called social etiquette. Okay, while preparing for competitive exams, aspirants set several restraints on their actions. Okay, restrain your emotions for anger will never bear you the fruit of salvation. Okay, every parents give restrain. Every parents given restrain ആണോ? നിഷാന ശ്രദ്ധിച്ചേ. every parents give restraint കേട്ടോ. പേരൻസ് റെസ്ട്രെയിൻറ്റ് കൊടുത്തു, കൺട്രോൾ കൊടുത്തു, അപ്പോൺ അല്ലെ, give restraint upon their kids for their better success. It's very hard to restrain my anger. Okay, unfortunately, India is surrounded by numerous geographical adversaries. Okay, wearing masks, sanitizing hands, and keeping social distance are all silver bullets to avoid COVID-19. Okay, good morning, Jerix. If your thought failed, if your thought failed, അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇഫ് യു തോട്ട് ഫെയിൽഡ് എന്ന് വരെ ഉള്ളത് പോയി കഴിഞ്ഞാൽ പിന്നെ ലെറ്റ് യു ഗാർഡ് ഡൗൺ ആൻഡ് സ്റ്റിക്ക് ടു ഡു ദ സെയിം. അവിടെ മീനിങ് കറക്റ്റ് ആയില്ല. ഇഫ് യു തോട്ട് ഫെയിൽഡ്, ലെറ്റ് യു ഗാർഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ലെറ്റ് യു ഗാർഡ് ഡൗൺ ഒരിക്കലും പറയരുത്. ലെറ്റ് യു ഗാർഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ കുറച്ച് നേരം റിലാക്സ് ചെയ്തിട്ട് കെയർലെസ് ആയിട്ടിരിക്കാനാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. യു വിൽ നെവർ ഗിവ് എ സജഷൻ ടു എ പേഴ്സൺ. അങ്ങനെ ഒരു സജഷൻ കൊടുക്കില്ല. കുറച്ച് നേരത്തേക്ക് ഒരു കാര്യം ചെയ്യും, നീ വെറുതെ ഇരുന്നിട്ട് കെയർലെസ് ആയിട്ടൊന്നും ഇരിക്കുക എന്ന് പറയുമോ? ഐ ഡോണ്ട് തിങ്ക് സോ. അപ്പോൾ ആ ഒരു യൂസേജ് അവിടെ കറക്റ്റ് അല്ല. ആശ 100 days of ഡിവിസിവ് എന്ത്? ഡിവിസിവ് അബ്ജക്റ്റീവാ, മനസ്സിലായോ? നോക്കി ശരത്തെ, 100 days of divisive action എങ്കിൽ ഓക്കെ. 100 days of divisive effort എങ്ങനെയും കൊടുക്കാം. മെയ്ഡ് ഹിം ലുനാറ്റിക് അങ്ങനെ വല്ലതും കൊടുക്കാം. ഐസൊലേഷൻ ആണോ ഉദ്ദേശിക്കുന്നത്? ഐസൊലേഷന് ഡിവിസിവ് എന്ന് പറയില്ല. ഐസൊലേഷൻ തന്നെ പറയണം. ഓക്കെ, ഡിവിസിവ് എന്താണ്? അബ്ജക്റ്റീവ് ആണ്. ഇറ്റ്സ് നോട്ട് നൗൺ. ഐസൊലേഷൻ നൗൺ ആണ്, അതാണ് വ്യത്യാസം കേട്ടോ ശരത്തെ. ഷീ ഡിഡ് നോട്ട് ടേക്ക് വാക്സിൻ, that is why it created an adversarial effect on her. Okay, the rising Omicron cases need
need to be restrained. Need to be restrained ആജ്ഞ, restrained spelling നോക്കിക്കേ. NED, restrained, otherwise it will pave path for another lockdown. നോക്കിക്കേ, അവിടെ നിങ്ങൾ എപ്പോഴും തെറ്റിക്കുന്ന NT വരുന്നത് നിങ്ങൾ വേർബായിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് അവിടെ ഗ്രാമാറ്റിക്കലി തെറ്റായി. അത് വലിയൊരു ബ്ലണ്ടറാണ്. യു വിൽ ലൂസ് മാർക്സ്. അത് ശ്രദ്ധിച്ചോട്ടോ. Gina, good morning. Santosh Kulangara alerts care lights against several religious divisive forces active in our society. Yes, he does that. Yeah, അദ്ദേഹം അത് പറഞ്ഞിരുന്നു. I remember that. Yes. Adversarial ഒന്നുകൂടെ പറയുമോന്നോ? Adversarial എന്ന് പറഞ്ഞാൽ, adversary എന്ന് പറഞ്ഞാൽ ഒപ്പോണന്റ്, എതിരാളി എന്നാണ് അർത്ഥം. അപ്പോൾ adversarial എന്ന് പറഞ്ഞാൽ ആന്റഗോണിസ്റ്റിക് ആയി, മത്സര ഇതോടെ ഉള്ളത്, അപ്പോസിംഗ് ആയിട്ടുള്ളത്, അവേഴ്സീവ് ആയിട്ടുള്ള, ഹോസ്റ്റൈൽ ആയിട്ടുള്ളത്, ആന്റിപത്തറ്റിക് ആയിട്ടുള്ളത് എന്നൊക്കെയാണ് പറയാം. ഓക്കെ, അടുത്ത് നോക്കാം. പ്രിവെയിലിംഗ്. പ്രിവെയിലിംഗ് എന്ന് പറഞ്ഞാൽ രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് എക്സിസ്റ്റിംഗ്, കറണ്ട്, അഡ്ജക്റ്റീവ് ആണ്, രണ്ടും അഡ്ജക്റ്റീവ് ആണ്. എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള, കറണ്ട് ആയിട്ടുള്ള, അല്ലെങ്കിൽ വൈഡ് സ്പ്രെഡ് ആയിട്ട് എല്ലായിടത്തും വ്യാപിച്ചിരിക്കും, ഇൻഫ്ലുവൻസ് അങ്ങനെ വൈഡ് സ്പ്രെഡ് ആയിട്ട്, റാംപെന്റ് ആയിട്ടുള്ള എന്നർത്ഥം. റാംപെന്റ്, വൈഡ് സ്പ്രെഡ്. ഓക്കെ. During the initial days of pandemic, people had adversarial approach to once affected with COVID-19. Okay, yes. He is having adversarial attitude towards a decision. He is having എന്ന് പറയില്ല, he has an adversarial attitude. അവിടെ പൊസിഷൻ പറയുമ്പോൾ ഒരിക്കലും നമ്മളെ ING ഫോമിൽ ഉപയോഗിക്കില്ല. ഐഷ, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ളതാണല്ലോ. ഹൈ സുവർണ, ഗുഡ് മോർണിംഗ്. Always try to withstand an adversarial environment. Okay, during the first phase of COVID rise, government find difficulty. The government find illa. During the first phase of COVID-19 rise, government found or finds difficulty to restrain. വീണ്ടും restraint അവിടെ ഉപയോഗിക്കരുത്. 2+V1, 2+V1. Oh my god, ഞാൻ എത്ര നേരമായി പറയുന്നു, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. യു ആർ നോട്ട് ലിസ്ണിംഗ് ടു മീ. 2+V1 ഉപയോഗിക്കുക. 2+ നൗൺ ഉപയോഗിക്കാൻ പാടില്ല. 2+V1, ദാറ്റ് മീൻസ് ടു റെസ്ട്രെയിൻ വരണം. മനസ്സിലായോ? ഇൻഫിനിറ്റീവ് എന്ന് പറഞ്ഞാൽ 2+V1 ആണ്. V2 ഉപയോഗിക്കാൻ പാടില്ല, V5 ഉപയോഗിക്കാൻ പാടില്ല, നൗൺ ഒരിക്കലും പറ്റില്ല. ഓക്കെ, അതാണ് എൻ്റെ സങ്കടം. നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് സങ്കടം. ഓക്കെ, അടുത്തത്, the misdeployment of army is going to be given the war, or going to be given in the war. ഓക്കെ, ടു ബി കഴിഞ്ഞിട്ട് V3 ഫോം വരണ്ടേ? പാസീവ് ആയിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ചേർത്തെ. ഹേമ പാനൽ കമ്മിറ്റി, കഴിഞ്ഞു. ഓക്കെ, സോറി. Divisive situation is very common nowadays. Okay, after the tragedy, he kept himself divisive, which led him to a state of insanity. Insanity അല്ല, insanity. The prevailing Omicron mutation seems to be restraining economic growth. That's great. It's my prevailing authority to order things around here. Current authority, existing authority, that's right. Adversarial behavior of some rulers make a behavior ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ മേക്ക് വരില്ല, മേക്സ് പ്രവീണ. Adversarial behavior of some rulers makes a divisive effect in people. Okay, yeah. Government should not be adversarial to people, rather have an open heart to hear out their grievances. Great. Guru Somasundaram is playing an adversarial character in the film Minal Murali. That is great. His answers are always adversarial. Okay. Deficit of vaccine is prevailing in many countries. Yes, it is. The divisive nature of religious groups act as ഡിവിസിവ് നേച്ചർ ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ നേച്ചർ എന്ന് പറയുന്നത് എന്താ? അവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? അബ്സ്ട്രാക്ട് നൗൺ ആണ്. അതിന് സിംഗുലർ അല്ലേ ഉള്ളൂ. അപ്പോൾ സിംഗുലർ വേർബ് കൊടുക്കുക. acts as a restraint to the prosperity of people and society. The prevailing situation is horrible. Yeah, prevailing situation is only because of your wrong act. Okay, the prevailing approach of the society towards communal matters is divisive. Great. So let's move to the next one. അടുത്ത സെറ്റിലോട്ട് പോകാം. ഇമോട്ടീവ് എന്ന് പറഞ്ഞാൽ റിലേറ്റഡ് ടു ഇമോഷൻ ആണ് കേട്ടോ. ഇമോട്ടീവ് ഇസ് അഡ്ജക്റ്റീവ്. ഇമോട്ടീവ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലമേറ്ററി ആണ്, കോൺട്രവേഴ്ഷ്യൽ ആണ്, കണ്ടൻഷ്യസ് ആണ്, അതുപോലെ സെൻസിറ്റീവ് ആണ്. ഇമോട്ടീവ് ഇഷ്യൂസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇമോട്ടീവ് ആണെന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ് ആണെന്ന് അർത്ഥം. ഇമോഷൻ റിലേറ്റഡ് ആണ്. അപ്പോൾ ഇമോട്ടീവ് ആണ് എന്ന് പറഞ്ഞാൽ ഓർത്ത് വെച്ചോളൂ. നമ്മൾ പറയല്ലേ, ദർ ആർ സം സെൻസിറ്റീവ് ഇഷ്യൂസ് എക്സിസ്റ്റിംഗ് ഇൻ അവർ സൊസൈറ്റി. ദർ ആർ സം സെൻസിറ്റീവ് ഇഷ്യൂസ് വിച്ച് ഗവൺമെന്റ് ഫെയിൽഡ് ടു അഡ്രസ് എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ആ ഇമോട്ടീവ് ഇഷ്യൂസ് എന്ന് പറയാം അതിനെ. ഇമോട്ടീവ് എന്ന് പറഞ്ഞാൽ സെൻസിറ്റീവ്, ഇൻഫ്ലമേറ്ററി, ആൾക്കാർക്ക് ട്രബിൾ ഉണ്ടാക്കുന്ന. ഇൻഫ്ലമേഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പറയില്ലേ, നമുക്ക് ഈ മരുന്ന് കഴിച്ചിട്ട് എന്തെങ്കിലും ഇൻഫ്ലമേഷൻ ഉണ്ടോ, അതായത് എന്തെങ്കിലും അലർജി ഉണ്ടോ, ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചോദിക്കില്ലേ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കില്ലേ. സ്കിൻ ഇൻഫ്ലമേഷൻസ് ഉണ്ടോ എന്നൊക്കെ പറയില്ലേ. കണ്ണിന് എന്തെങ്കിലും പ്രശ്നം അങ്ങനെ നമ്മൾ പറയില്ലേ, എന്തെങ്കിലും എന്താണ് ഇങ്ങനെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കില്ലേ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായോ? സ്ക്രാച്ചും കോപ്പും ഇതൊക്കെ ഉണ്ടോ, അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കില്ല. അതാണ്
സ്ക്രാച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും എന്താ പറയുക ചൊറിച്ചിലൊക്കെ ഉണ്ടോ എന്നൊക്കെ ചോദിക്കില്ല. അതാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയാം. അപ്പോൾ ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? അഡ്ജക്റ്റീവ് ഫോമുലേഷൻ ആണ്. അഡ്ജക്റ്റീവ് ആണ് ഇൻഫ്ലമേറ്ററി എന്ന് പറഞ്ഞാൽ. ഇൻഫ്ലമേറ്ററി പ്രഷർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഇൻഫ്ലമേറ്ററി ഇഷ്യൂസ്, ഇൻഫ്ലമേറ്ററി പ്രോബ്ലംസ് എന്നൊക്കെ പറയില്ലേ, ഇൻഫ്ലമേറ്ററി ടെൻഡൻസീസ് എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇൻഫ്ലമേറ്ററി. അത് തന്നെയാണ് ഇമോട്ടീവ് എന്ന് പറയാം ഒരർത്ഥം. രണ്ടാമത്തെ അർത്ഥം കോൺട്രവേഴ്ഷ്യൽ ആണ്, അതായത് കോൺട്രവേഴ്സി ക്രിയേറ്റ് ചെയ്യും, ഒരു പ്രശ്നം വരുന്ന, ഒരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള എന്നൊരർത്ഥമുണ്ട്. സോ പ്രോബ്ലമാറ്റിക് എന്നുണ്ട്, സെൻസിറ്റീവ് എന്നുണ്ട്, അതുപോലെ കണ്ടൻഷ്യസ്. അതായത് കണ്ടൻഷ്യസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രശ്നം ഉണ്ടാക്കാൻ ചാൻസ് ഉള്ളത്. കണ്ടൻഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അർത്ഥം എന്താ? വഴക്ക്, അല്ലെ, ഒരു വഴക്കിലോട്ട് എത്തിക്കുന്ന. കണ്ടൻഷ്യസ് വഴക്കുണ്ടാക്കുന്ന, പ്രോബ്ലമാറ്റിക്, സെൻസിറ്റീവ്, കോൺട്രവേഴ്ഷ്യൽ എന്നൊക്കെ ഇമോട്ടീവ് എന്ന വാക്കിൻ്റെ അർത്ഥമുണ്ട്. ഒരു പുതിയ വേർഡാണ്, നമ്മൾ ഇതുവരെ എഡിറ്റോറിയൽ ഡിസ്കസ് ചെയ്തൊരു വാക്കാണ്, നോട്ട് ചെയ്തോളൂ. എക്സാമിനൊക്കെ എഴുതുമ്പോൾ ഇറ്റ് വുഡ് ബി ഗ്രേറ്റ്. ഓക്കെ, എസ്സേയിലൊക്കെ എഴുതുമ്പോൾ. അടുത്ത വാക്ക് റിഗർ. അത് വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. ഡു ദ പ്രോബ്ലം വിത്ത് റിഗർ, ഡു ദ ജോബ് വിത്ത് എ റിഗർ എന്ന് പറഞ്ഞാൽ തറൗനെസ്, കൃത്യതയോടെ ചെയ്യുക, ഡെലിജൻസോടെ ചെയ്ത്, പ്രിസിഷനോടെ ചെയ്യുക. നൈസിറ്റി, നൈസിറ്റി ഒരു പുതിയ വാക്കാണ്, ഓർത്ത് വെച്ചോളാം. നൈസിറ്റി എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്, എക്സാക്ട്നെസ് ആൻഡ് പ്രിസിഷൻ. കറക്റ്റ്, കൃത്യതയോടെ ഒരു കാര്യം ചെയ്യാണ് എങ്കിൽ ദാറ്റ് യു കോൾ ഇറ്റ് നൈസിറ്റി, പ്രിസിഷൻ, ഡിലിജൻസ്, തറൗനെസ്. ഓക്കെ, അടുത്ത വാക്കാണ് ടോക്സിറ്റി. ടോക്സിറ്റി എന്ന് പറയാം. ടോക്സിൻ എന്ന് പറഞ്ഞാൽ പോയിസൺ എന്നാണ്. ടോക്സിക് എന്ന് പറഞ്ഞാൽ പോയിസണസ്, ഡേഞ്ചറസ് എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ടോക്സിറ്റി എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോയിസൺ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന എന്നാണ്. സോ ഇൻഡിഗ്നിറ്റി, അതായത് ഷെയിം എന്നൊക്കെ ഒരു അർത്ഥം വരുന്നുണ്ട് ടോക്സിറ്റി. അല്ലെങ്കിൽ വിഷ്യസ്നെസ്, ഈവിൾനെസ് എന്നൊക്കെ പറയില്ല, ഈവിൾനെസ് അല്ല, ഈവിൾ എന്ന് പറയില്ല അത്. സോ ഈവിൾ, മലൈസ് എന്നൊക്കെ പറയില്ല, മലൈസ് ഒക്കെ പറയില്ല, മലൈസ്, ഈവിൾ, വിഷ്യസ്നെസ് എന്നൊക്കെ പറയണം. ഓക്കെ, ക്രൂരമായ എന്നൊക്കെ, ക്രൂരത എന്നൊക്കെ പറയും അതിൽ. വിഷ്യസ്നെസ് അല്ല എന്ന് പറഞ്ഞാൽ ക്രൂരതയല്ല, ഈവിൾ ആയിട്ടുള്ള എന്നുള്ളതാണ് അർത്ഥം. ഓക്കെ, അപ്പോൾ അത് ഓർത്താൽ മതി. ടോക്സിറ്റി എന്ന് പറയുന്നത് വിദ്വേഷം, വൈരി എന്നൊക്കെയുള്ള അർത്ഥമാണ് ടോക്സിറ്റി എന്ന് പറയുന്ന വാക്കിന് കേട്ടോ. Okay, let me see. His adversarial behavior always disturbs me. Okay. Australia took quick, decisive actions to control the spread of COVID-19 in the country. Okay. After independence, India took language as a divisive parameter over the four-fold arrangement. Okay. You should restrain your anger. എന്നാണോ പറയേണ്ടത്? Yes, അങ്ങനെയാണ് പറയേണ്ടത് ഐഷ. The ruling government always shows adversarial attitudes towards who oppose them, towards people who oppose them. Okay, great. Always shows, correct. India as a nation has taken significant steps to fulfill the gender gaps prevailing in the societies. Okay. Religious issues are very emotive. Yes. Anti-inflammatory drug. Yes. Been told. Yes, it is. Prevailing scenario of rising Omicron cases is alarming in our country. Yeah, the issue involved in the party is emotive. Okay, problem is so emotive that I couldn't handle it. Okay, during election, politicians aims at emotive comments. Yes, prevailing trend compels my mom to buy a smartphone rather than a normal one. Okay. The Ayodhya case has always been an emotive issue in our country. Yeah, Mullaperiyar issue is an emotive issue between the two states. Okay, on account of prevailing condition in the border areas, the army decided to deploy more soldiers. Okay, Kerala is one of the emotive issues prevailing now. Yes. Okay, there is no consideration on emotive circumstances in premises of court. Okay. All right, the rising political murders mounting in our state is an emotive issue. റൈസിങ് പൊളിറ്റിക്കൽ മേഡേഴ്സ് അല്ലേ, അപ്പോൾ ഈസ് എൻ ഇമോട്ടീവ് എന്ന് പറയില്ല. മേഡേഴ്സ്, ദ റൈസിങ്, അല്ലെങ്കിൽ ഇങ്ങനെ പറയണമായിരുന്നു ദ റൈസിങ് ഓഫ് പൊളിറ്റിക്കൽ മേഡേഴ്സ്, അല്ലെങ്കിൽ റൈസിങ് പൊളിറ്റിക്കൽ മേഡേഴ്സ് എന്ന് പറഞ്ഞാൽ മേഡേഴ്സ് ആണ് അവിടുത്തെ ഇത് സബ്ജക്റ്റ്. അപ്പോൾ എന്ത് കൊടുക്കണം? ദ റൈസിങ് ഓഫ് പൊളിറ്റിക്കൽ മേഡേഴ്സ് മൗണ്ടിങ് ഇൻ അവർ സ്റ്റേറ്റ് ഈസ് ആൻ ഇമോട്ടീവ് ഇഷ്യൂ ടു ബി ഡിസ്കസ്ഡ് ഓൺ വിത്ത് പ്രിക്കോഷൻ. Follow the syllabus with rigor. Okay, rigor in his studies made his placement quick. Okay, when judges gives ആണോ, ജഡ്ജസ് എന്ന് പറയുമ്പോൾ തന്നെ എന്താ പ്ലൂറൽ അല്ലേ ജസ്റ്റിൻ? അപ്പോൾ when judges give verdict on emotive issues, they should refrain from allowing their emotions a part of it. Okay, ഇങ്ങനെ കൊടുത്താൽ മതി. They should refrain from emotions അന്ന് കൊടുത്താൽ മതി. അവിടെ allowing their emotions ഒന്നും വേണ്ട. Restrain from ഇമോഷൻസ്, അല്ലെങ്കിൽ restrain from personal issues, personal emotions എങ്ങനെ കൊടുത്താൽ മതി, ഒരു പ്രോബ്ലം ഇല്ല. Nowadays, most countries see terrorism as an emotive issue. Yes. Nicety on work makes him famous. Yes. Public servants are expected to function with rigor while exercising their power, but we witness otherwise. Yes. Mathematics is a science of rigorous അല്ല,
സയൻസ് ഓഫ് ഇസ് എ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. പ്രിപ്പോസിഷന് ശേഷം ഒബ്ജക്റ്റ് വരാൻ പാടുള്ളൂ. ഒബ്ജക്റ്റ് വരണമെങ്കിൽ നൗണോ പ്രൊനൗണോ ആയിരിക്കണം. ദാ റിഗറസ് എന്ന് പറഞ്ഞ അബ്ജക്റ്റീവ് ആയില്ലേ ശരത്തെ? റിഗർ എന്ന് ഞാൻ ഇവിടെ വെണ്ടയ്ക്കാ മുഴുപ്പിൽ എഴുതിയേക്കുന്നത് നീ കണ്ടില്ലേ? റിഗർ ആണ് ഇവിടുത്തെ നൗൺ. സോ എന്ത് കൊടുക്കണം? സയൻസ് ഓഫ് റിഗർ എന്ന് കൊടുക്കണം. പ്രിസിഷൻ. Political murder is always an emotive situation. Okay. Couple exchange is an emotive issue prevailing now. Yes. കോട്ടയത്തൊക്കെ ഉണ്ടെന്ന് കേട്ടില്ലെന്നല്ലേ? Yeah. You should restrain your anger. You should put a restraint on your anger. രണ്ടും കറക്റ്റാ ശ്രീകല. Great work. കറക്റ്റ് ആണ്. Complete syllabus കവർ ചെയ്യോ? കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുമെന്നോ? കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യാൻ ശ്രമിക്കും. ഏതൊരു ഓൺലൈൻ ക്ലാസ് നിങ്ങൾ പോയാലും 90% സിലബസ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. പിന്നെ ബാക്കിയുള്ളത് നിങ്ങളുടെ എഫേർട്ടാണ്. 90% നമ്മൾ കവർ ചെയ്യും, അതിലൊരു പ്രശ്നമില്ല. പക്ഷേ ബാക്കിയുള്ളത് നിങ്ങളാണ് വെക്കട്ടെ. സ്റ്റഡി പ്ലാൻ നോക്കിക്കോ. സ്റ്റഡി പ്ലാൻ അവൈലബിൾ ആണ് അവിടെ. സ്റ്റഡി പ്ലാൻ നോക്കിയിട്ട് ചെയ്താൽ മതി. എന്ത് ചെയ്താൽ നമ്മുടെ കോഴ്സിൽ ജോയിൻ ചെയ്താൽ മതി. സ്റ്റഡി പ്ലാനുള്ള എല്ലാം കവർ ചെയ്യും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എന്തെങ്കിലും ഒരു ഇത് വരുമ്പോൾ എന്തെങ്കിലും പേഴ്സണൽ എമർജൻസി ഒക്കെ വന്നാൽ ക്ലാസ്സുകളൊന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ക്ലാസ് എടുത്ത് തന്നിരിക്കും. പ്രീപോൺ ചെയ്ത് അല്ലെങ്കിൽ പോസ്റ്റ്പോൺ ചെയ്തിട്ട് അല്ലെങ്കിൽ റീഷെഡ്യൂൾ ചെയ്തിട്ട് നമ്മൾ ആ ക്ലാസ്സുകൾ എടുത്തു തരുന്നതായിരിക്കും. അത് മാത്രമേ ഉള്ളൂ കേട്ടോ. ശശി തരൂർ often deliver rhetoric expression in his speech. rhetoric എത്തിയോ? അടുത്തലോട്ട് പിടിച്ചോ. കൊഹിഷൻ എന്ന വാക്കിനർത്ഥം യൂണിറ്റി, ടുഗെദർനെസ്, സോളിഡാരിറ്റി, ബോണ്ട്, കണക്ഷൻ എന്നൊക്കെയാണ്. അപ്പോൾ കൊഹിഷൻ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? കൊഹിഷൻ എന്ന് പറഞ്ഞാൽ യൂണിറ്റി, ടുഗെദർനെസ് അല്ലെങ്കിൽ കണക്ഷൻ, ഒരു ബോണ്ട്, സോളിഡാരിറ്റി എന്നൊക്കെയാണ് കൊഹിഷൻ എന്ന വാക്കിൻ്റെ അർത്ഥം. അതല്ലേ, അതിൽ നിന്നല്ലേ ഞാൻ കൊഹിസിവ് ഡിവൈസ് എന്ന് നിങ്ങളോട് ഞാൻ പറയുന്നത് അല്ലേ? നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്ന വാക്ക് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? കൊഹിസിവ് ഡിവൈസുകൾ എസ് എഴുതുമ്പോൾ ഉപയോഗിക്കണം. കണക്ടേഴ്സ് ഉപയോഗിക്കണം. ഓർമ്മയുണ്ടോ കൊഹിസിവ് ഡിവൈസസിനെ പറ്റി ഞാൻ പറയുന്നത്? സോ ഈ കൊഹിസിവ് ഡിവൈസസ് എന്ന് പറഞ്ഞാൽ കണക്ടിങ് ഡിവൈസസ്, യുണൈറ്റ് ചെയ്യുന്ന ഡിവൈസസ്, ടുഗെദർ ആക്കുന്ന, സോളിഡാരിറ്റി കൊണ്ടുവരുന്ന, ബോണ്ട് കൊണ്ടുവരുന്ന, കണക്ഷൻ കൊണ്ടുവരുന്ന. ദാറ്റ്സ് ഇറ്റ്. അടുത്ത് നോക്കുക, റെട്രിക് എന്ന് പറഞ്ഞാൽ സ്പീച്ചിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം. റെട്രിക് ഇൻ സ്പീച്ച്, അത് എപ്പോഴും നമ്മുടെ സ്പീച്ച്, നമ്മുടെ എലക്വൻസിനുമായിട്ട് ബന്ധമാണ്. നമ്മുടെ ആ ഫ്ലോ ഇല്ല, ഒറേറ്ററി, നമ്മുടെ ആ എന്താ പറയുക, സംസാരിക്കുമ്പോൾ ഉള്ളൊരു ഫ്ലോ, അതിനെയാണ് എലക്വൻസ്, ഒറേറ്ററി, എക്സ്പ്രഷൻ, ഡിക്ഷൻ എന്നൊക്കെ പറയും റെട്രിക്. ഓക്കെ, ഓൾ റൈറ്റ്. അപ്പോൾ ഓർത്ത് വെച്ചോളാം, സ്പീച്ചിനെ പറ്റി റിലേറ്റഡ് ആയ ഒരു വാക്കാണ് റെട്രിക്. ഒരു എക്സ്പ്രഷൻ ആണ്, ഒരു ഇതാണ്, ഫിഗർ ഓഫ് സ്പീച്ച് ശരിക്കും പറഞ്ഞത് റെട്രിക് എന്നൊക്കെ പറയുന്നത്. ഡിസിഷൻസ് ടേക്കൺ ഓൺ ഇമോട്ടീവ് ഡ്രൈവ് ഇസ് നോട്ട് ഓൾവേസ് റാഷണൽ. യെസ്. ഓക്കെ. Our political leaders talk about importance. Importance spelling ANC ആണ്, ENC അല്ല കേട്ടോ കണ്ണൻ. Of cohesion in our country, but society, but also break of their purpose. Yes. My writings are a rhetoric of my submissiveness. കഴിഞ്ഞോ? There are many emotive people who spread toxicity. Yeah. SFI activist Dheeraj death made emotive today. Dheeraj's death made emotive. Made what emotive? Made the situation emotive. Situation controversial എന്ന് കൊടുക്കുക കേട്ടോ. മെയ്ഡ് കഴിഞ്ഞിട്ട് എന്ത് വരണം? ഒബ്ജക്റ്റ് വേണ്ടേ? മീഡിയ ഷുഡ് ബി റിഗർ ടു അവോയ്ഡ് ഫാനിങ് ദി ഫ്ലെയിം ഇൻ ഇമോട്ടീവ് ഇഷ്യൂസ്. ഓക്കെ, യാ. ഷുഡ് ബി റിഗർ അല്ല, ഷുഡ് ബി റിഗറസ് കേട്ടോ. അവിടെ ഷുഡ് ബി കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്ന അഡ്ജക്റ്റീവ് ഫോർമുലേഷൻ വരിക. മീഡിയ ഷുഡ് ബി റിഗറസ് ടു avoid fanning the flame in emotive issues. While dealing with emotive issues, the functionaries should keep a watch on their words, not to spread toxicity among the people. Okay. Rigor comments, okay, should be made by the media in the case of abuse of the actress, as it is now become, as it now becomes one of the emotive issues among the public. Like participles are cohesive in nature. Yes. Yes, Vishnu. Cohesion among health workers helped to tackle the pandemic to a great extent. All right. Extent spelling എന്താ രോഹിണി? എക്സ്റ്റെൻഡിന്റെ സ്പെല്ലിംഗ് എന്താ? 2 എക്സ്റ്റെൻഡ് ഉണ്ട് ഇവിടെ, നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എക്സ്റ്റെൻഡ് ലിമിറ്റ് ആണെങ്കിൽ ഇതാണ് നൗണ്. മറ്റേ എക്സ്റ്റെൻഡ് ഈസ് എ വേർബ്. അപ്പോൾ മീനിങ് ഓർക്കുക, നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ശ്രദ്ധിക്കണം, എക്സ്റ്റെൻഡ് ഈ എക്സ്റ്റെൻഡ് ആണ്, ഇല്ലെങ്കിൽ ഗ്രാമാറ്റിക്കലി അത് തെറ്റാ കേട്ടോ. ഗ്രാമാറ്റിക്കലിയും തെറ്റാ, മീനിങ് ഫുള്ളി അത് തെറ്റാ. കോഷൻ ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സ് ലെഡ് ടു ഇന്ത്യ ഇൻഡിപെൻഡന്റ് അല്ല, ലെഡ് ടു ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് അല്ലെങ്കിൽ ലെഡ് ടു ഇൻഡിപെൻഡൻസ് ഓഫ് ഇന്ത്യ എന്ന് കൊടുത്തു. ദ ടോക്സിസിറ്റി ഓഫ് മൈൻഡ്സ് ബ്രോക്ക് ദെയർ കൊഹിഷൻ. ഓക്കെ. റൈറ്റിംഗ്സ് ഓഫ് ഫേമസ് പേഴ്സണാലിറ്റീസ് ആർ റെട്രിക് of the suppressed feelings, desires and emotions, etc. Okay. The propaganda of promoting hate and fake news on emotive subjects like religious practices and rituals are very daunting. Yes. The cohesive
force between the flies and jaggery is eternal. Okay. Rhetoric in speech is required to bring the attention of audience. Yes. The toxicity of caste deserves the quotient among people. Okay. The quotient of India and Pakistan was something Gandhi wanted, but Jinnah always wanted division. Okay. Rhetoric shows that rigor in English. Rhetoric speech. Her rhetoric shows the rigor in speech. English. Correct. Nowadays, the toxicity of some netizens is affecting the quotient of society. Yes. Student exchange program among states is a telling illustration of cultural quotient in our country. Okay, great. Moving to next set. Homologous. എന്താണ് homologous എന്ന വാക്കിന്റെ അർത്ഥം? കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തു. Homologous means similar, like, comparable, equivalent എന്നൊക്കെയാണ്. Homologous ആണ് സിമിലർ ആണ്. ഓക്കെ, കമ്പാരബിൾ ആണ്, ഇക്വലന്റ് ആണ് എന്നൊക്കെയാണ്. ലൈക്ക്. ഓക്കെ, അടുത്ത വാക്ക് കൺഫർ. ഹോമോലോഗസ് അഡ്ജക്റ്റീവ് ആണ്. കൺഫർ വേർബ് ആണ്. രണ്ട് മീനിങ് ഉണ്ട്. ഒന്ന് ഗ്രാൻഡ് ചെയ്യുക, ബെസ്റ്റൗ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നൊക്കെയാണ്. നെക്സ്റ്റ് വാക്ക് കൺഫർ. കോൺഫറൻസ് എന്നുള്ള വാക്കിന്റെ കൺഫർ ചെയ്യുക അല്ലെ, കോൺഫറൻസിന്റെ കൺഫർ. ആ കൺഫർ എന്ന് പറഞ്ഞാൽ കൺസൾട്ട് ചെയ്യുക, ടോക്ക് ചെയ്യുക, സ്പീക്ക് ചെയ്യുക എന്നൊക്കെ അർത്ഥമുണ്ട്. സ്പീക്ക് ചെയ്യുക, മീറ്റ് ചെയ്യുക. സ്പീക്ക് വിത്ത് സമ്മൺ, ടോക്ക് ടു സമ്മൺ, സ്പീക്ക് വിത്ത് സമ്മൺ ഓർ കൺസൾട്ട്. അതാണ്. ഓക്കെ, അതാണ് കൺഫർ എന്ന വേർബിന്റെ അർത്ഥം. രണ്ട് അർത്ഥമുണ്ട് കേട്ടോ. മിറ്റിഗേറ്റ്, വീണ്ടും നമ്മുടെ ഓതറിന്റെ ഇഷ്ടമുള്ള വാക്കിലോട്ട് വീണ്ടും നമ്മൾ തിരിച്ചു വരുന്നു. മിറ്റിഗേറ്റ് മീൻസ് ഇറ്റ്സ് എ വേർബ്. അലിവേറ്റ് ചെയ്യുക, കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക, വീണ്ടും കുറയ്ക്കുക, ഡിമിനിഷ് കുറയ്ക്കുക, ലെസൺ കുറയ്ക്കുക, ആൻഡ് വീക്കൻ. ഇതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ഒരുപാട് തവണ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ 1 മന്തായി, ഏറെക്കുറെ 1 മന്തായി മിറ്റിഗേറ്റ് എന്ന വാക്ക് ഓതർ ഉപയോഗിച്ചിട്ട്. നമ്മൾ ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ബട്ട് ഓതർ ഉപയോഗിച്ചിട്ട് ഇപ്പോൾ 1 മന്തായി. അടുത്ത വാക്കാണ് ബ്രേക്ക് ത്രൂ. ഇറ്റ് ഇസ് അല്ലെ, ദ ഇൻട്രൊഡക്ഷൻ ഓഫ് കോവിഡ് വാക്സിൻ is a breakthrough in medical industry എന്ന് പറയില്ലേ. ബ്രേക്ക് ത്രൂ എന്ന് പറഞ്ഞാൽ അഡ്വാൻസ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ്, സക്സസ് എന്നൊക്കെ പറയില്ലേ, അല്ലെങ്കിൽ ഡിസ്കവറി എന്നൊക്കെയാണ് ബ്രേക്ക് ത്രൂവിന്റെ അർത്ഥം. ഡിസ്കവറി, സക്സസ്, ഡെവലപ്മെന്റ്, അഡ്വാൻസ്, അറിയാവുന്ന വാക്ക്, നൗൺ ആണ്. അടുത്താണ് എഫിക്കാഷ്യസ്. എഫിക്കാഷ്യസ് എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ്, സക്സസ്ഫുൾ, ഇഫക്ച്വൽ ആണ്, സക്സസ്ഫുൾ ആണ്, ഫ്രൂട്ട്ഫുൾ ആണ് എന്നൊക്കെ പറയാം. ഓക്കെ, അതിന് റിസൾട്ട് കണ്ടു, അങ്ങനെയാണെങ്കിൽ യു ക്യാൻ സേ എഫക്റ്റീവ് ആണ്, സക്സസ്ഫുൾ ആണ്, ഫ്രൂട്ട്ഫുൾ ആണ്, ഇഫക്ച്വൽ ആണ് എന്നൊക്കെ നമുക്ക് പറയാം. ഓൾ റൈറ്റ്, ക്ലിയർ ഐ ഗെസ്. ഓക്കെ, ഇനി എവിടം വരെ ഞാൻ എത്തിയായിരുന്നു? Quotient among those sisters always make me envious. Okay, toxicity of religion makes this society going to pre-admit. Okay, while writing essay, always remember to bring quotient in it. Yes, if there is a quotient between the ministers, then the power of will increase. Okay, Shakespeare had kept rhetoric in his works. Okay, toxicity in some communal leaders' speeches, okay, led to emotive issue in society. Okay, it was his family's quotient that helped them to stick together. Okay, rhetoric story impressed the students. Okay, quotient among counties ആണ് ഉദ്ദേശിച്ചത്. കൗണ്ടീസും കറക്റ്റ് ആണ്, ഭാഗങ്ങൾ, ഓരോ സ്റ്റേറ്റിനാണ് കൗണ്ടി എന്ന് വിളിക്കുക. കൗണ്ടീസ് ടു ടാക്കിൾ ക്ലൈമറ്റ് എക്സ്ചേഞ്ച്, കൺട്രീസ് ആണ് ഉദ്ദേശിച്ചത് സൗമ്യ അല്ലേ. quotient among countries to tackle climate change problems is mandatory. Yes, yesterday social media was flooded with quotient for the rape victim. Quotient amongst neighboring countries is essential for development. ടിറൈഡ് എന്ന വാക്ക് അല്ലല്ല, ഇന്നലത്തെ അല്ല, മിനിഞ്ഞാന്നത്തെ ടിറൈഡ് എന്ന് പറഞ്ഞാൽ സ്പീച്ച് എന്നുള്ളൂ. ടിറൈഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ടിറൈഡ് എന്ന വാക്കിന്റെ അർത്ഥം ഇത്രയാണോ? ലെക്ചർ എന്ന് പറയും, ലോങ് ലെക്ചർ, അതിനാണ് ടിറൈഡ് എന്ന് പറയാം. അത് റെട്രിക് അല്ല. റെട്രിക് എന്ന് പറഞ്ഞാൽ അതിന്റെ അലങ്കാരത്തിനെ പറയുന്ന, ഇതിനെ ലെക്ചർ എന്ന് പറയും. ലോങ് സ്പീച്ച്, ലെക്ചർ അല്ലെങ്കിൽ ലോങ് സ്പീച്ചിനാണ് ടിറൈഡ് എന്ന് പറയാം. ഹെറാങ് അല്ലേ? ഓക്കെ, അതാണ് കേട്ടോ സിജി. ഓക്കെ, twins look homologous. Okay, we will, right, you will get a conferred IPS with immediate effect. Okay, quotient among all the elected people, even in development, despite political variation, will mitigate the present problems in society. Okay, recently we conducted an alumni function because of quotient with all the students. Okay, because of quotient with all students വേണ്ട, because of quotient of all students, എല്ലാ സ്റ്റുഡൻസിനെയും കണക്ഷനോടെ എന്ന് പറയണം. അപ്പോൾ
അവിടെ caution off എന്ന് കൊടുക്കണം. Okay. അടുത്തത് principal gave a rhetoric speech to students in morning assembly. Okay, the manager conferred 1 month leave. Okay, smart work instead hard work alla, smart work instead of hard work makes a person efficacious. Okay, we stood speechless on hearing the rhetoric and motivating speech for Rindu ma'am today. Oh my god, really? Oh, kolla Rindu va. Okay, തിരിച്ചു വന്നു. The state government denied the proposal of governor to conferred it to the president. അങ്ങനെയാണോ? The state government denied the proposal of the governor to confer അങ്ങനെ വരും. 2+V1 വരുള്ളൂ, V2 വരില്ലേ? ഇനി അതാണ് ഉദ്ദേശിച്ചെങ്കിൽ ആൻസർ അത് തെറ്റാ. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് പ്രീമിയം ബാച്ച് സീറ്റ് ഫുള്ളായോ? ഫുൾ ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ജീസ്മോൻ. ഓക്കെ, ഫുൾ ആയിട്ടില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്ലൈ ചെയ്തോളൂ, യു വിൽ ഗെറ്റ് ആക്സസ്, കുഴപ്പമില്ല. The breakthrough in that case entirely changed the situation. Efficacious measures are to be forged by the governments to curtail terrorism. Efficacious measures are to be forged by the government to... Yeah, correct. Russia conferred 400 missile to India. Okay, all right, S-400. The case has a breakthrough to move ahead with. Okay. WhatsApp was an efficacious breakthrough in the world of social networking. Okay, COVID mitigated economic growth. Okay. In most countries, twins look homologous, but sometimes not. Okay. The program conferred by principal brought an efficacious breakthrough to a college. He conferred himself with a priceless gift. Okay. All right. They were homologous sisters. Okay. All the vaccines against COVID-19 have homologous effect on disease. Okay. Yeah, similar. Vaccines seem to be less efficacious to Omicron. Okay. Okay, the lit അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ ഓക്കെ, കറക്റ്റ് എന്നാൽ കുഴപ്പമില്ല. വാക്സിൻ, ഓക്കെ ആൻസർ നോട്ടഡ്. Vaccination is one of the efficacious methods to mitigate the surge of COVID pandemic. Okay, great. CRISPR case 19 was a great breakthrough in the field of genetic engineering. Yes, okay. ഓക്കെ, ബിൻഡോ റോൾ ഔട്ടിന്റെ സ്പെല്ലിംഗ് നോക്കിയ, സ്പെല്ലിംഗ് അല്ല അതിന്റെ ഞാൻ പറഞ്ഞു, റോൾ ഔട്ട് എന്ന് ഒരുമിച്ച് ഒരു ഇതാണ് വരുന്നതെങ്കിൽ ഒറ്റയ്ക്ക് വരിക, ഒറ്റ വേർഡായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ഹൈഫൻ ഇടുക കേട്ടോ ജീന. റോൾ ഔട്ട് ഓഫ് 5G ബിക്കം ആൻ എഫിക്കേഷ്യസ് ബ്രേക്ക്ത്രൂനും ഗ്യാപ്പ് ഇടരുത്, ഒറ്റ വാക്കാണത്. ബ്രേക്ക്ത്രൂ ഇൻ സെല്ലുലാർ ടെക്നോളജി. മിറ്റിഗേഷൻ ഓഫ് ലോസ് ഇൻ ദി ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് ടെക്നിക്സ് ഓഫ് മാനേജ്മെന്റ് ബൈ ഹെൻറി ഫോർഡ്. ഓക്കെ, efficacious leaders with homologous thoughts for development make country fruitful. Okay, homologous work is not accepted by the professor. Okay, yeah. Election candidates confer many offers to public for getting more votes. Yeah. ഐഷ വരുതരുത്, ഇന്ന് 2 തവണ മോളിൽ പോയിട്ട് വരാൻ എനിക്ക് സമയമില്ല, പ്ലീസ്. ഓക്കെ, ഇന്ന് 2 തവണ മോളിൽ പോയിട്ട് വന്നിട്ട് തല മുട്ടും, അതുകൊണ്ടാണ്. ഹോമോലോഗസ് അപ്രോച്ച് അമംഗ് ഓൾ ദി റെസിഡൻസ് ഇൻ എറണാകുളം. ബട്ട് താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു സോ മച്ച്. In Ernakulam city is needed for a solution to manage waste disposal in the district. Inventions of coax is a breakthrough. വീണ്ടും അജന്ത് breakthrough ഒറ്റ വാക്കാണ് കേട്ടോ. Swami Vivekananda conferred that famous speech in Chicago in 1892. Yeah, efficacious measures should be taken to mitigate the mounting Omicron cases. Great. Precaution doses will be conferred to the people to mitigate breakthrough infections. Okay. The homologous essay shifted up as plagiarism in the university examination. Yes. His breakthrough was appreciable. Great. Moving to next one. Next one ഇല്ല. Okay, ഇന്നിപ്പോൾ next one ഇല്ല. Last one ആയിരുന്നു അത്. Efficacious ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് വേർഡ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒരു തംസ് അപ്പ് ഇട്ടേ, എന്നിട്ട് ഒന്ന് ലൈക്ക് ചെയ്തേ. നമുക്ക് നമ്മുടെ ആർട്ടിക്കിളിലോട് ഡീറ്റെയിൽ ആയിട്ട് പോകാം. ബട്ട് വളരെ സിമ്പിളായ ആർട്ടിക്കിളാണ്. സോ 90+ സ്റ്റുഡൻസ് നമ്മുടെ കൂടെ ഉണ്ട്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് ഷോ മി സം ലവ് ആൻഡ് സപ്പോർട്ട് പീപ്പിൾ. ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ആർട്ടിക്കിൾ ബഗിൾ ഫോർ റെസ്ട്രെയിൻഡ്. ഓർക്കുക, റിസ്ട്രെയിൻ ആൻഡ് റെസ്ട്രെയിൻഡ് മാറിപ്പോരുത്, കംപ്ലെയിൻ ആൻഡ് കംപ്ലെയിൻറ്റ് മാറിപ്പോകാത്ത പോലെ. ഓക്കെ, അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാൻ കേട്ടോ. Okay. Sometimes doctor wants to confer to patient about his situation. Okay. Wherein mask mitigates the spread of virus to a certain extent. Agna, extend. ഞാൻ നേരത്തെ പറഞ്ഞു extend limit. T ആണ് extend. D വന്നാൽ അത് verb ആയി. expand ചെയ്യുക എന്നുള്ള അർത്ഥം. He mitigated the effect of disaster by forcing the situation. Still we lag behind in efficacious use of green's energy. Yeah. All right people, let's start with the article buggle for restrained. Okay. ബഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഗിൾ ഫോർ സ്ട്രെയിൻ. ബഗിൾ അറിയില്ലേ? വിളംബരം, അല്ലെങ്കിൽ ഇതില്ലേ ട്രംപറ്റ് എന്ന് പറയില്ലേ? ട്രംപറ്റ് നമ്മൾ നമ്മുടെ അനൗൺസ്മെന്റ് ഒക്കെ നടത്തുമ്പോൾ, ഇലക്ഷൻ അനൗൺസ്മെന്റ് ഒക്കെ പേ എന്നൊരു ഒച്ച വരുന്നത് ആ സാധനം അല്ലെ? ആ സാധനമാണ് ബഗിൾ.
ഓക്കെ, അതിനെ ആ ഒച്ച ഉണ്ടാക്കുന്നതിനെ സൗണ്ട് ചെയ്യുക എന്നുള്ള വേർബും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഇത് നൗണായിട്ട് ഉപയോഗിച്ച് ബഗിൾ ഫോർ റെസ്ട്രെയിൻറ്റ്. ബഗിൾ വിളംബരം ഫോർ എന്ത്, ഒച്ച മാറ്റുലി ഫോർ എന്ത്, റിസ്ട്രെയിൻറ്റിന് വേണ്ടിയിട്ട്, കൺട്രോളിന് വേണ്ടിയിട്ടുള്ളത്. അപ്പൊ എന്താണെന്ന് നോക്കാം. However, adversarial elections should not allow for a socially divisive campaign. എത്ര വലിയ വഴക്കും വക്കാണോ ഒക്കെ ഉണ്ടെങ്കിൽ പോലും, എത്രത്തോളം എത്രത്തോളം അഡ്വേഴ്സറിയൽ ആയാലും, however is an adverb, adversarial എന്ന adjective ആണ്, adjectiveനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോകുന്നു. however adversarial, എത്രത്തോളം അഡ്വേഴ്സറിയൽ ആണെങ്കിൽ പോലും ഇലക്ഷൻ ഷുഡ് നോട്ട് അലൗ, ഇലക്ഷൻ ഒരിക്കലും അലൗ ചെയ്യാൻ പാടില്ല ഒരു സോഷ്യലി ഡിവിസീവ് ആയിട്ടുള്ള ക്യാമ്പയിന് വേണ്ടി. സോഷ്യലി ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുന്ന, ഏലിനേറ്റ് ചെയ്യുന്ന, ഐസൊലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള ക്യാമ്പയിൻ ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. അപ്പോൾ വി ആർ ലിവിംഗ് ഇൻ എ ഡെമോക്രസി. നമുക്ക് നോക്കാം അതിനെപ്പറ്റി, കുറച്ച് പൊളിറ്റിക്കലാണ്. However, adversarial election should not allow for a socially divisive campaign. നോക്കാം കേട്ടോ. ഓക്കെ, നോക്കാം. The schedule of assembly elections in 5 states announced by the Election Commission of India, ECI, Election Commission of India, on January 8 was along expected lines. Polling will begin in Uttar Pradesh on February 10 and end on March 7, spanning 7 phases. The Manipur polls would be held in 2 phases and the Goa, Punjab and Uttarakhand polls in 1. Given the size of the states and deployment of paramilitary forces, the ECI has split the polling into 7. Okay, അപ്പോൾ പറയാണ് അസംബ്ലി ഇലക്ഷൻസിന്റെ ഷെഡ്യൂൾ വന്നിരിക്കുന്നത്, ആ ഒരു ടൈം ടേബിൾ വന്നിട്ടുണ്ട്. വന്നിരിക്കുന്നത് എങ്ങനെയാണ്? 5 സ്റ്റേറ്റ്സിലേക്ക്, ഇൻ 5 സ്റ്റേറ്റ്സ്. എങ്ങനെ അനൗൺസ് ചെയ്തേക്കുന്നത്? ഇലക്ഷൻ കമ്മീഷൻ കഴിഞ്ഞ ദിവസം ഇലക്ഷൻ കമ്മീഷൻ അത് അനൗൺസ് ചെയ്തു January 8. അത് ഏറെക്കുറെ സിമിലർ ആയിട്ടുള്ള രീതിയിലാണ് അല്ലേ, റഫ്ലി സിമിലർ ആയിട്ട്. വാസ് അലോങ് എക്സ്പെക്ടഡ് ലൈൻസ്. നമ്മൾ സിമിലർ ആയിട്ടുള്ള കാര്യത്തിൽ തന്നെയാണ് വന്നേക്കുന്നത്. പോളിംഗ് എന്ന് തുടങ്ങുന്നു, ഉത്തർപ്രദേശിൽ പോളിംഗ് തുടങ്ങുന്നു February 10 ആൻഡ് March 7 അവസാനിപ്പിക്കുന്നു. അതെങ്ങനെയാണ് ഇതാക്കുന്നത്? 5 സ്റ്റേറ്റിൽ, ഉത്തർപ്രദേശിൽ 5 സ്റ്റേറ്റിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. 7 ഫേസസ് ആയിട്ടാണ് ഇത് നടക്കാൻ പോകുന്നത്. മണിപ്പൂരിൽ 2 ഫേസസ് ആയിട്ട്, ഗോവയിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിലും 1 ഫേസിൽ. അപ്പോൾ മണിപ്പൂരിൽ 2 ഫേസ് ആയിട്ട്, ഗോവയിലും പഞ്ചാബിലും ഉത്തരാഖണ്ഡിൽ 1 ഫേസിലാണ് ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഓരോ സ്റ്റേറ്റിന്റെയും സൈസ് അനുസരിച്ചും ആണ് നമ്മൾ അതുപോലെ തന്നെ എങ്ങനെയാണോ നമ്മൾ പാരാമിലിറ്ററി ഫോഴ്സിനെ ഡിപ്ലോയ് ചെയ്യുന്നത്, അവരെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുന്നത്, അറേഞ്ച് ചെയ്യുന്നത്, ഡിസ്പോസ് ചെയ്യുന്നത്, അതനുസരിച്ച് ആണ് എന്ന് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. ഈ പറയുന്ന നമ്മുടെ പോൾ എങ്ങനെയാണ് ചെയ്യേണ്ടത്, എത്ര ഫേസിൽ ചെയ്യണമെന്ന് സ്പ്ലിറ്റ് ചെയ്തേക്കുന്നു into 7. ഇത് നമ്മുടെ ഒരു ബേസിക് കാര്യം മാത്രമാണ്. ഓക്കെ, ഫേസസ് ദിസ് ടൈം അങ്ങനെയാണ് ഇത്തവണ കൊടുക്കുന്നത്. ആസ് ഇൻ 2017 അസംബ്ലി പോൾസ്. അപ്പോൾ ഈ സിമിലാരിറ്റി എന്ത് വെച്ച സിമിലാരിറ്റി? 2017 അസംബ്ലി പോളിൽ ഉള്ള അതേപോലെ തന്നെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇത്തവണയും എന്ത് ചെയ്തേക്കുന്നത്. ഓക്കെ, ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ, പോൾസിലോട്ടുള്ള ക്ലാസിഫിക്കേഷൻ നടത്തിയേക്കുന്നതെന്നാണ് പറയുന്നത്. Okay, let's see. In the UP elections, the ECI has stuck to its earlier pattern by starting with constituencies in the western part of the state first and then moving towards east. Dismissing reports of the Bharatiya Janata Party asking for the phases to be from east to west, Chief Election Commissioner Sushil Chandra said that the polls would be held from west to east and that no party had made a demand during the ECI's visit to UP in December to change this. The farm protests have had more of an impact in the western UP. The announcement of the poll, okay. അപ്പോൾ 2017 അതേ പാറ്റേണിലാണ് ഇത്തവണയും പോൾ സെറ്റ് ചെയ്തേക്കുന്നതെന്ന് പറയുന്നു. UP ഇലക്ഷൻസിൽ ECI ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ അതേ പാറ്റേണിലോട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. സ്റ്റിക്ക് ടു, സിമിലർ ടു അല്ലേ, അതേപോലെ തന്നെ അങ്ങ് പോന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു മാറ്റം വരുത്താതെ എന്താണോ നിശ്ചയിച്ചിരുന്നത് അതുപോലെ തന്നെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ. ഏർലിയർ പാറ്റേണിലോട് തന്നെ സ്റ്റിക്ക് ചെയ്യുന്നു. ആ പഴയ പാറ്റേണിലോട് തന്നെ മുന്നോട്ട് പോകുന്നു വിത്തൗട്ട് എനി ചേഞ്ച്. അതായത് കോൺസ്റ്റിറ്റ്യുവൻസി സ്റ്റാർട്ട് ചെയ്യുന്ന ഇവിടുന്ന് വെസ്റ്റേൺ പാർട്ടിൽ നിന്ന് തുടങ്ങി, സ്റ്റേറ്റിലെ വെസ്റ്റേൺ പാർട്ട് ആദ്യം വരുന്നു, എന്നിട്ട് ഈസ്റ്റിലോട്ട് പോകുന്നു. വെസ്റ്റ് ടു ഈസ്റ്റ് ആണ് കേട്ടോ പാറ്റേൺ കൊണ്ടുവരാൻ ശ്രമിച്ചേക്കുന്നത്. അതാണ് ECI ഉദ്ദേശിച്ചിരിക്കുന്ന രീതി. ഡിസ്മിസിംഗ് ദ റിപ്പോർട്ട്സ് ഓഫ് ദ ഭാരതീയ ജനതാ പാർട്ടി. പക്ഷേ BJPയുടെ റിപ്പോർട്ട് അനുസരിച്ച്, പറയുന്നത് അവരുടെ ഫേസസ് എവിടെ വരണം, അവർ പറഞ്ഞു ഫേസസ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് മാറ്റാനാണ് അവർ പറയുന്നത്. പക്ഷെ അതിനെ അവർ ഡിസ്മിസ് തള്ളിക്കളഞ്ഞു. ഓക്കെ, ഇലക്ഷൻ കമ്മീഷൻ തള്ളിക്കളഞ്ഞു. ചീഫ് ഇലക്ഷൻ കമ്മീഷണറാണ് ആരാണ്? സുശീൽ ചന്ദ്ര പറഞ്ഞു, ഇലക്ഷൻ കമ്മീഷനായ അദ്ദേഹം പറഞ്ഞു അത് പറ്റില്ല, നടക്കുന്ന കാര്യമല്ല. ബിക്കോസ് നമ്മൾ ഈ പറയുന്ന
ഇത് ചെയ്യാൻ വേണ്ടി ഈ ഇലക്ഷൻ കമ്മീഷണേഴ്സ് ഇവിടെ ഇതിന് പോകില്ലേ, നമ്മുടെ ഇലക്ഷൻ കമ്മീഷൻ ആദ്യം പോയിട്ട് സംഭവം പോയി ചെക്ക് ചെയ്യാൻ പോകും, ഇവിടെ പോയിട്ട് നമുക്ക് പോളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പോയിരുന്നു. അപ്പോൾ അവർ പോയിരുന്നു എന്ന് ഡിസംബറിൽ പോയപ്പോൾ വേറെ ഒരു പാർട്ടീസും വേറെ ഒരു ആൾക്കാരും ഇങ്ങനെ ഒരു ഡിമാൻഡ് നടത്തിയില്ല. ഭാരതീയ ജനതാ പാർട്ടി മാത്രം ഇങ്ങനെ ഡിമാൻഡ് നടത്തിയതുകൊണ്ട് ദ ഡിസ്മിസ്ഡ് ഇറ്റ് കേട്ടോ. അവർ പറയുന്നു ഭാരതീയ ജനതാ പാർട്ടിക്ക് എവിടെ നിന്ന് വേണം, ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലോട്ട് വേണമെന്നാണ് പറയുന്നത്. പക്ഷേ നമ്മൾ പറയുന്നത് പറ്റില്ല, വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലോട്ട് തന്നെ പോകുമെന്നാണ് ഇലക്ഷൻ കമ്മീഷണർ പറയുന്നത്. ആൻഡ് ഒരു പാർട്ടിയും ഇതുവരെ ഇങ്ങനെ ഒരു ഡിമാൻഡ് നടത്തിയിട്ടില്ല. വെൻ ദേ വിസിറ്റഡ് UP, അവർ വിസിറ്റ് ചെയ്തിരുന്നു, UPയെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി പോയിരുന്നു ഡിസംബറിൽ. അപ്പോൾ ആരും ഇതിനെപ്പറ്റി ചോദിച്ചിട്ട് പോലുമില്ല. സോ വി ആർ നോട്ട് ഗോയിങ് ടു ഡു ദാറ്റ്, വി ആർ ഗോയിങ് ടു ഡിസ്മിസ് യുവർ റിക്വസ്റ്റ് എന്ന് പറയുന്നു. ഇനി ഫാം പ്രൊട്ടസ്റ്റ് ഹാവ് ഹാഡ് മോർ ഇമ്പാക്ട്. ഓർക്ക UP ആകുമ്പോൾ നമുക്കറിയാം ഇച്ചിരി പ്രോബ്ലമാറ്റിക് ആയ സിറ്റുവേഷൻ ആണ് ഇപ്പോൾ ഉള്ളത്. എന്താ വെച്ചാൽ ഫാം പ്രൊട്ടസ്റ്റ് നടന്നിരുന്നല്ലോ, നിങ്ങൾക്കറിയാം. ഫാം പ്രൊട്ടസ്റ്റുകൾ എവിടെ നടന്നു? UPയിൽ നടന്നു. നമ്മുടെ ഫാമേഴ്സ് ലോസിനെ പറ്റിയൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. ലഖിംപൂർ കേസിനെ പറ്റിയൊക്കെ നമുക്കറിയാം. ലഖിംപൂർ കേരി കേസിനെ പറ്റിയൊക്കെ നമുക്കറിയാം. അപ്പോൾ അതിന് ഒരുപാട് ഇമ്പാക്റ്റ് ഉണ്ട് വെസ്റ്റേൺ UPയിൽ. അപ്പോൾ ഈ ഇലക്ഷൻ ഇത്തവണ ഒരു എന്താണ് നമുക്ക് പറയാൻ പറ്റൂടെ, ഇച്ചിരി ഒരു എന്താ പറയുക, ഒരു എവിഡൻ്റ് ആയിട്ട് നമുക്കത് കാണാം എങ്ങനെയായിരിക്കും അവിടെ വരുന്ന ഇലക്ഷൻ അതിനെ ബാധിക്കുമെന്നാണ് പറയുന്നത്. ദ അനൗൺസ്മെന്റ് ഓഫ് ദ പോൾ ഷെഡ്യൂൾ also came with a total ban on physical campaigning till January 15. അപ്പോൾ January 15 വരെ എന്ത് വരില്ല, no physical campaigning due to the COVID-19 pandemic entering its third wave. The ECI plans on reviewing the situation, including prevailing positivity rates in the states, before deciding on allowing any rallies after January 15. അപ്പോൾ ഫിസിക്കൽ ക്യാമ്പയിനിങ് ഒന്നും നടക്കുന്ന കാര്യമല്ല എന്ന് ECI കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ബിക്കോസ് ഇപ്പോൾ January 15 വരെ ടിൽ January 15, January 15 വരെ, അതുവരെ നടക്കില്ല ഫിസിക്കൽ ക്യാമ്പയിനിങ്ങിന്. ടോട്ടൽ ബാൻ കൊടുത്തിട്ടുണ്ട്. നടക്കുന്ന കേസല്ല ഫിസിക്കൽ ക്യാമ്പയിനിങ് നടത്തില്ല. വേണമെങ്കിൽ ഓൺലൈൻ ക്യാമ്പയിനിങ് നടന്നു. ബിക്കോസ് COVID-19 ഇപ്പോൾ തേർഡ് വേവിലെത്തി, നമുക്കറിയാം. അത് നോർത്തേൺ സൈഡ്സിനെ, ഇന്ത്യൻ നോർത്തേൺ സ്റ്റേറ്റ്സിനെ ഒരുപാട് ബാധിക്കുന്നുണ്ട്. മുംബൈ, മഹാരാഷ്ട്രയിലൊക്കെ ലോക്ക്ഡൗൺ, സ്റ്റുഡൻസ് ക്ലോസ് ചെയ്തു അല്ലേ, എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ ക്ലോസ് ചെയ്തൊക്കെ നിങ്ങൾക്ക് അറിയാം. സോ അങ്ങനെ ഇറ്റ്സ് പ്രിവെയിൽ ചെയ്തു, ഇൻക്ലൂഡിംഗ് പ്രിവെയിലിംഗ് പോസിറ്റിവിറ്റി, കറണ്ട് അല്ലെങ്കിൽ എക്സിസ്റ്റിംഗ് പോസിറ്റിവിറ്റി റേറ്റ്സും കൂടെ കൂട്ടി എടുക്കുവാണെങ്കിൽ അത് നടക്കുന്ന കാര്യമല്ല എന്നാണ് പറയുന്നത്. സോ ബിഫോർ ഡിസൈഡിങ് ഓൺ അലൗവിങ് റാലീസ് ആഫ്റ്റർ. അപ്പോൾ 15 ശേഷമുള്ള കാര്യം നമുക്ക് ഇപ്പോൾ തൽക്കാലം നിൽക്കട്ടെ, അത് റിവ്യൂ ചെയ്തിട്ട് പറയാം എന്നാണ് ECI പറയുന്നത്. അത് 15 ശേഷം 15 വരെ ഒരിക്കലും എന്തായാലും ഫിസിക്കൽ ക്യാമ്പയിനിങ് നടക്കില്ല. 15 ശേഷം വേണോ എന്നുള്ളത് നമ്മളൊന്ന് റിവ്യൂ ചെയ്യാം, എന്നിട്ട് വിൽ ലെറ്റ് യു നോ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് പാരഗ്രാഫിലോട്ട് പോകാം. ടിൽ ദെൻ, അതുവരെ candidates and parties have been encouraged to use online ways to reach out to voters, throwing a challenge to the election authorities on enforcing the Model Code of Conduct (MCC) and monitoring expenditure. Considering the fact that several emotive and controversial issues are at play. അപ്പോൾ നോക്കാം, അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള നമ്മളെയല്ല, അവരെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ UPക്കാരെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ നോർത്തേൺ ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അതുവരെ കാൻഡിഡേറ്റ്സിനും പാർട്ടീസിനും ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഫിസിക്കലായിട്ടുള്ള ഒരു ഇതിന് സംഭവിക്കാൻ പറ്റില്ല, ക്യാമ്പയിനിങ് നടത്താൻ പറ്റില്ല. ആകെപ്പാടെ വോട്ടേഴ്സിലോട്ട് റീച്ച് ഔട്ട് ചെയ്യുന്ന എങ്ങനെയാണ്, ടു റീച്ച് ഔട്ട് ടു വോട്ടേഴ്സിലോട്ട് എത്താൻ പറ്റുന്ന ഒരേ ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഓൺലൈൻ മെഷേഴ്സ് മാത്രമാണ്. ഓൺലൈൻ വേസ് ഉണ്ട്, അതിലൂടെ നമുക്ക് എത്താവുന്നുള്ള മാത്രമേ ഉള്ളൂ. അത് വലിയൊരു ചലഞ്ചാണ് അവർക്ക്, ഇലക്ഷൻ അതോറിറ്റീസിന്. എന്തിനാണ് ഈ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് എങ്ങനെയാണ് ഇവാലുവേറ്റ് എൻഫോഴ്സ് ചെയ്യുക, എങ്ങനെ മോറൽ കോഡ് ഓഫ് കണ്ടക്ട് MCC എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുക എന്നുള്ളതും, ആൻഡ് എക്സ്പെൻഡിച്ചർ എങ്ങനെയാണ് അവർ സ്പെൻഡ് ചെയ്തതെന്നുള്ളതും കൂടെ മോണിറ്റർ ചെയ്യേണ്ടത്. അതൊക്കെ വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് രണ്ടും എങ്ങനെയാണ് നോക്കേണ്ടത് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ് പറയുന്നത്. കൺസിഡറിങ് വേറൊരു കാര്യം കൂടെ കൺസിഡർ ചെയ്യണം, ഒരുപാട് ഇമോട്ടീവായ കോൺട്രവേഴ്ഷ്യൽ ഇഷ്യൂസ് ഉണ്ട് ഇപ്പം നടക്കുന്നുണ്ട് അറ്റ് പ്ലേസ് ഇതിലുണ്ട്. അതുകൊണ്ട് അതും കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണെന്നാണ് പറയുന്നത്. ഒരുപാട് ഇമോട്ടീവായിട്ടുള്ള കോൺട്രവേഴ്ഷ്യൽ പ്രോബ്ലമാറ്റിക് ആയ സെൻസിറ്റീവ് ഇഷ്യൂസും ഉണ്ട് എന്നുള്ളത് വേറെ പ്രശ്നം. ദിസ് ഇസ് ഗോയിങ് ടു ബി എ ടഫ് ടെസ്റ്റ് ഫോർ ദ ECI. അപ്പോൾ ECI സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു അഗ്നിപരീക്ഷയാണ് എന്ന് പറയുന്നത്. ഇറ്റ് വിൽ ഹാവ് ടു റീഇൻഫോഴ്സ് ഇറ്റ്സ് impartiality and rigor to ensure that the rules of the game are followed by all parties. Political parties must take special care to not only follow the MCC moral code of conduct, but also observe COVID-related additional restrictions on campaigning. Ruling parties, both at the state and center and states, have to bear an extra burden of ensuring that they do not misuse official machinery to influence elections. Social media have made toxicity a low risk, high reward instrument of political campaigns, causing serious harm to social cohesion and national. അപ്പോൾ നമുക്കറിയാം സോഷ്യൽ മീഡിയ ഇപ്പോൾ നല്ല രീതിയിൽ ടോക്സിസിറ്റി പരത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതേ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു ടഫ് ടെസ്റ്റ് തന്നെയാണ് ECIക്ക്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യക്ക്.
അതുപോലെ തന്നെ അവർക്ക് കൃത്യമായിട്ട് എന്താണ് ഇമ്പാർഷ്യലായിട്ട് പ്രവർത്തിക്കണം, ഇമ്പാർഷ്യാലിറ്റി കൊണ്ടുവരണം, പ്രിസിഷൻ കൊണ്ടുവരണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രിസിഷൻ, നൈസിറ്റി, പ്രിസിഷൻ കൊണ്ടുവരിക. കാര്യം ഇല്ലെങ്കിൽ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഒരുപോലെ ഫോളോ ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് റൂൾസ് ഫോളോ ചെയ്യുന്ന ഉറപ്പുവരുത്തേണ്ടതും ഈ പറയുന്ന ഇലക്ഷൻ കമ്മീഷന്റെ കൃത്യമായിട്ടുള്ള ഒരു ബോർഡൻ തന്നെയാണ്, റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പോൾ എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും ഈ മോറൽ കോഡ് ഓഫ് കോണ്ടക്ട് കീപ്പ് ചെയ്യണം. ഒന്ന്, അത് മാത്രമല്ല ബട്ട് ഒബ്സർവ് കോവിഡ് റിലേറ്റഡ് അഡീഷണൽ റെസ്ട്രിക്ഷൻസ്. അപ്പോൾ കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള അഡീഷണൽ റെസ്ട്രിക്ഷൻസും ക്യാമ്പയിനിങ്ങിന്റെ സമയത്ത് പാലിക്കുക എന്നുള്ളത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് എല്ലാ പൊളിറ്റിക്കൽ പാർട്ടീസും. അപ്പോൾ അതിപ്പോൾ റൂളിംഗ് പാർട്ടി എന്ന് പറയുന്നവർക്കാണ് കൂടുതൽ പ്രശ്നം വരിക. റൂളിംഗ് പാർട്ടി സെൻട്രലായിക്കോട്ടെ സ്റ്റേറ്റ്സിലായിക്കോട്ടെ, അവിടെയുള്ള റൂളിംഗ് പാർട്ടീസിന് എല്ലാവർക്കും എക്സ്ട്രാ ബേർഡൻ വരുന്നുണ്ട്. സെൻട്രൽ അല്ലെങ്കിൽ സ്റ്റേറ്റിൽ റൂളിംഗ് പാർട്ടീസിന് കുറച്ചുകൂടെ എക്സ്ട്രാ ബേർഡൻ വരുന്നുണ്ട്. ബിക്കോസ് ഇറ്റ് ഈസ് ദെയർ റെസ്പോൺസിബിലിറ്റി വിത്തൗട്ട് സോ ദാറ്റ് ദേ ഡു നോട്ട് മിസ്യൂസ് ഒഫീഷ്യൽ മെഷീനറി. അപ്പോൾ ഒഫീഷ്യൽ മെഷീനറി ഒരിക്കലും, ഒഫീഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും ഈ ഇലക്ഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഒന്നാമത് സോഷ്യൽ മീഡിയയെ പറ്റി എടുക്കുകയാണെങ്കിൽ ഒരുപാട് ഈവൻ അവർ ഇത് കൊടുത്തിട്ടുണ്ട്. സോഷ്യൽ മീഡിയ ഹാവ് മെയ്ഡ് ടോക്സിറ്റി ഒരു ലോ റിസ്കിൽ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹൈ റിവാർഡ് ഓഫ് ഹൈ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസ് നമ്മൾ കൊണ്ടുവരുമ്പോൾ അതൊരു എന്താ പറയുക, സോഷ്യൽ കൊഹീഷന് വേണ്ടിയിട്ടൊരു സീരിയസ് പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് നമുക്ക് കൂടുതലാണ്. യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ടുഗെദർനെസ്, സോളിഡാരിറ്റി കൊണ്ടുവരുമ്പോൾ അതൊരു പ്രശ്നം കൊണ്ടുവരാനുള്ള ചാൻസ് കൂടുതലാണെന്നാണ് പറയുന്നത്. ആൻഡ് നാഷണൽ ഇൻറ്റഗ്രിറ്റി. ദ ബ്രീച്ച് ഓഫ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി സെക്യൂരിറ്റി ബ്രീച്ച്, വയലേഷൻ. ബ്രീച്ച് എന്ന് പറയുമ്പോൾ നമുക്കറിയില്ല, ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ഒക്കെ നിങ്ങൾക്കറിയാം. So in Punjab took a political color, but the issue must now be left to Supreme Court, which has decided to appoint a judicial commission to inquire about it. The substance and rhetoric of the campaign will be adversarial in a multi-party democracy, but they need not and must not be socially divisive. The elections must be a celebration of democracy and not a threat to it. അപ്പോൾ നമ്മുടെ നാട്ടിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, റോൾ ഓഫ് ഡെമോക്രസി ഡ്യൂറിങ് ദ പാൻഡമിക്. വീണ്ടും എടുത്ത് നോക്കാം അല്ലെ. എന്നോട് കഴിഞ്ഞ ദിവസത്തെ സ്റ്റുഡൻസ് ചോദിച്ച പോലെ നമുക്കൊരു ടോപ്പിക് കൊടുക്കാം, ഇന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. റോൾ ഓഫ് ഡെമോക്രസി. in tackling issues during crisis. അപ്പോൾ ഇത് ക്രൈസിസ് ഒക്കെ ഒരു പ്രശ്നം വരുമ്പോൾ ഡെമോക്രസിയുടെ റോള് എന്താണ് എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് എഴുതുക. അപ്പം നിങ്ങൾക്ക് അത് കൊടുക്കുമ്പോൾ ഡെമോക്രസി അല്ലാതെ ഓതോറിറ്റേറിയൻ ഗവൺമെന്റ് വെച്ച് കമ്പയർ ചെയ്തെടുക്കാം, എഴുതാം. ഓക്കെ, ഇതായിരിക്കണം ഇന്നത്തെ നിങ്ങളുടെ ടോപ്പിക് കേട്ടോ. നിങ്ങളൊരു എസ്സേ ട്രൈ ചെയ്ത് നോക്കിയോളൂ. റോൾ ഓഫ് ഡെമോക്രസി ഇൻ ടാക്ലിംഗ് ഇഷ്യൂസ് ഒരു ഇതിൽ വരുന്നു. ഡ്യൂറിങ് ക്രൈസിസ്, ഒരു ക്രൈസിസിന്റെ സമയത്ത് ഇഷ്യൂസ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ടാക്കിൾ ചെയ്യുക, അതിനൊരു സൊല്യൂഷൻ എങ്ങനെയാണ് കണ്ടെത്തുക എന്നുള്ളത് നോക്കുക. അതൊരു ക്വസ്റ്റൻ ആയിട്ട് ഇരിക്കട്ടെ. അപ്പം നമുക്ക് നോക്കാം. വയലേഷൻ. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പഞ്ചാബിൽ വിസിറ്റ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ സെക്യൂരിറ്റി ബ്രീച്ച് നടന്നു, വയലേഷൻ നടന്നു. അതിൻ്റെ പൊളിറ്റിക്കൽ കളർ അവർ കൊടുക്കുകയാണ്. അത് ശരിയാവില്ലല്ലോ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നു. പക്ഷെ ഒരിക്കലും ആ ഇഷ്യൂസിനെ അങ്ങനെ ഒരു രീതിയിൽ കാണരുത്. കാര്യം ഇത് സുപ്രീം കോടതിന് ലീവ് ചെയ്ത് കൊടുക്കുക, അവർ തീരുമാനിക്കട്ടെ. ലെറ്റ് ദം ഡിസൈഡ് വാട്ട് ടു ഡു. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തിട്ട് കാര്യങ്ങളിലോട്ടുള്ള ഒരു ക്ലാരിറ്റി കൊണ്ടുവരട്ടെ. എന്നിട്ട് അവർ തീരുമാനിക്കട്ടെ, അവർ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യട്ടെ എന്താ പ്രശ്നം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഈ ക്യാമ്പയിൻ്റെ സബ്ജക്റ്റും അതിൻ്റെ ഭംഗിയും അതിൻ്റെ എലക്വൻസും അതിൻ്റെ ഡിക്ഷനും വിൽ ബി അഡ്വേഴ്സറിയൽ. ഒരിക്കലും അത് എപ്പോഴും അപ്പോസിങ് ആയിരിക്കും. നമ്മളൊരു ഡെമോക്രസി എടുത്ത് നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു മൾട്ടി പാർട്ടി ഡെമോക്രസിയിൽ എടുക്കുമ്പോൾ എപ്പോഴും ഒപ്പോസിങ് ആയിരിക്കും. തമ്മിൽ എന്താണ് കോൺഫ്ലിക്റ്റിംഗ് ഐഡിയാസ് ഉണ്ടാവും എല്ലാവരിലും, അതുള്ളതാണ് നോർമലി. പക്ഷെ ഒരിക്കലും അത് ഒരു ഡിവിഷന് കാരണമാക്കരുത്, സോഷ്യൽ ഡിവിഷന് കാരണമാക്കരുത്. ഇറ്റ് മസ്റ്റ് നോട്ട് ബി സോഷ്യലി ഡിവിസീവ് എന്നാണ് പറയുന്നത്. ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ ശരിക്കും ഇറ്റ് മസ്റ്റ് ബി എ സെലിബ്രേഷൻ ഓഫ് ഡെമോക്രസി അല്ലേ. ഒരു ഇലക്ഷൻ വരുമ്പോൾ നമുക്ക് ഡെമോക്രസി, വി ആർ ദ പീപ്പിൾ ഹു ക്യാൻ elect and select their റൂളേഴ്സ് അല്ലെ. നമുക്ക് റൂൾ ചെയ്യാൻ നമ്മുടെ റെപ്രസെൻറ്റേറ്റീവ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഇറ്റ് മസ്റ്റ് ബി എ സെലിബ്രേഷൻ, നോട്ട് എ ത്രെറ്റ് ടു ഇറ്റ്. അപ്പോൾ ഡെമോക്രസിക്ക് ഒരു ത്രെറ്റ് ആയിട്ടല്ല ഇലക്ഷൻസ് വരേണ്ടത്, മറിച്ച് ഇലക്ഷൻസ് ഒരു സെലിബ്രേഷൻ ആയിട്ടാണ് വരേണ്ടതെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നോക്കിയേ, ക്ലിയർലി ഒരു അനാലിറ്റിക്കൽ ആയിട്ടുള്ള എസ്സേ ആണ്, നന്നായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടല്ലേ. ആൻഡ് സജസ്റ്റീവ്, അനലിറ്റിക്കൽ ആൻഡ് സജസ്റ്റീവ് ആയിട്ടുള്ള ഒരു എസ്സേ അല്ല, ആർട്ടിക്കിളാണ്. അപ്പോൾ ഇന്ന് നിങ്ങളോട് ഞാൻ ഒരു ടോപ്പിക്ക് തരുന്ന ഇത്രേ ഉള്ളൂ. ഡെമോക്രസി ഞാൻ വീണ്ടും പറയുകയാണത്. അപ്പോൾ ഡെമോക്രസിയിൽ
ഒരു ഇഷ്യൂസ് നമ്മൾ ടാക്കിൾ ചെയ്യുന്നത്, എസ്പെഷ്യലി ക്രൈസിസ്. അപ്പോൾ ഒമിക്രോണിൻ്റെ ഒക്കെ നമുക്ക് ക്രൈസിസ് എടുത്ത് പറയുമ്പോൾ നിങ്ങൾ ബേസ്ഡ് ഓൺ എന്തെടുക്കണം, നിങ്ങളുടെ റെഫറൻസ് എന്തായിരിക്കണം? റെഫറൻസ് എപ്പോഴും ഇങ്ങനത്തെയുള്ള കോവിഡ് ആയിരിക്കണം റെഫറൻസ്. കോവിഡ് വന്നപ്പോൾ ഡെമോക്രസിയിൽ ക്രൈസിസ് വന്നപ്പോൾ എങ്ങനെയാണ് അവർ ചെയ്തത്, അത് സ്റ്റേറ്റ് ലെവലിലും സെൻട്രൽ ലെവലിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എഴുതാം. റെഫറൻസ് നമുക്ക് COVID-19 കൊടുക്കുക. അത് മാത്രമല്ല, റെഫറൻസ് COVID-19 ആയിരിക്കണം. കൂടാതെ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം വെച്ചാൽ, ഡെമോക്രസിയിലുള്ളതാകുമ്പോൾ ഡെമോക്രാറ്റിക് അല്ലാത്ത കൺട്രീസിൽ എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് ചെറുതായിട്ടും താരതമ്യം ചെയ്യാം. ഓക്കെ, എഫക്റ്റീവായിട്ട് ഇന്ന് എഴുതി നോക്കുക. സോ യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഒരു എസ്സേക്കുള്ള ടോപ്പിക്കാണ്, ടോപ്പിക് ഫോർ ടുഡേ. അപ്പോൾ എന്നും ഓരോ ടോപ്പിക്കുകൾ തരാനാണ് കുട്ടികൾ പറഞ്ഞിരിക്കുന്നത്. ലെറ്റ് മീ സീ ടു ഇറ്റ്. നമുക്ക് നോക്കാം, എല്ലാ ദിവസവും ചിലപ്പോൾ ഉണ്ടാവില്ല, ഇടയ്ക്കിടയ്ക്ക് ഓരോ ടോപ്പിക്കുകൾ തരാം നിങ്ങൾക്ക്. ഓക്കെ, അപ്പോൾ ഇന്ന് എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അതുകൊണ്ട് ഇന്നൊരു പൊളിറ്റിക്കൽ ആർട്ടിക്കിൾ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. റോൾ ഓഫ് ഡെമോക്രസി എത്രത്തോളം എഫക്റ്റീവായിട്ട് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ക്രൈസിസുകളൊക്കെ ലൈഫിൽ വരുമ്പോൾ, അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ വരുമ്പോൾ നമുക്ക് അതെങ്ങനെ ഉപയോഗിക്കാൻ പറ്റും, എങ്ങനെ ടാക്കിൾ ചെയ്യും നമ്മളതിനെ എന്നുള്ളത് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ? ഓൾ റൈറ്റ്. ഓക്കെ, അത് തന്നെ അത് തന്നെയാണ് സിജി പറഞ്ഞത്. ഇല്ല, ഈസിക്ക് എങ്ങനെ ഇത് മോണിറ്റർ ചെയ്യാൻ പറ്റും ഈ പറയുന്ന എന്താണ് ഓൺലൈനായിട്ടുള്ള ക്യാമ്പയിനിങ്. അപ്പോൾ ഒരിക്കലും കണക്ക് കറക്റ്റായിട്ട് കിട്ടുമോ? അവർ ഇതിന് പൈസ എങ്ങനെ ക്യാമ്പയിൻ ഇത് നോക്കാൻ പറ്റും? വളരെ ഡിഫിക്കൽട്ടായ ഒരു ടാസ്ക്കാണ്. യെസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ഇട്ടോ എല്ലാവരും. എന്നിട്ട് നമുക്ക് നേരെ പോകാം ഇന്നലത്തെ ക്വസ്റ്റ്യനിലോട്ട് കേട്ടോ. ലെറ്റ്സ് ഗോ ടു അവർ ക്വസ്റ്റ്യൻ. ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. At that place, India's economy would regains its preeminence as the world's fastest growing major economy. ഇവിടെ നിങ്ങൾ കണ്ടു കാണും, ഒരുപാട് പേര് ആൻസർ തന്നിട്ടുണ്ട്. ബാക്കിയുള്ളവർ തരാത്തവരെന്ന് ആൻസർ പറഞ്ഞിപ്പോൾ എന്താണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയാമോ? പറയൂ ആൻസർ പറയൂ. പറ ആൻസർ പറ. ഹെർ പ്രീഎമിനൻസ് വേണ്ട, അവിടെ ഹെർ പ്രീഎമിനൻസിൻ്റെ ആവശ്യമില്ല. വേണ്ട, അതിൻ്റെ ആവശ്യമില്ല കേട്ടോ ശരത്തെ. ഇവിടെ എന്താ പറയുന്നറിയോ, ഇവിടുത്തെ എറർ നോക്കിക്കേ. അങ്ങനെയുള്ള എറർ നിങ്ങൾ തിരുത്താൻ പോകണ്ട. ഒരു കൺട്രി നമ്മൾ സ്ത്രീ കൊടുക്കാം, ഫെമിനിൻ ആയിട്ട് കൊടുക്കാം, അതിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഇവിടെ നോക്കിയേ, വുഡ് ഇസ് എ മോഡൽ വേർബ്, മോഡലിന് ശേഷം V1 വരണമെന്ന് നമുക്കറിയാം. അപ്പോൾ റീഗെയിൻസ് വരാൻ പാടുമോ? എപ്പോഴും V1 വരിക നിർബന്ധമായിട്ടും, ഒരിക്കലും V5 വരരുത്. മോഡലിന് ശേഷം V2, V3, V4 ഓർ V5. നോ ഒരിക്കലും വരാൻ പാടില്ല. മറിച്ച് V1 മാത്രമേ വരാൻ പാടുള്ളൂ. V1 വെർബിന്റെ ഫസ്റ്റ് ഫോം കേട്ടോ, റൂട്ട് ഫോം ഓഫ് വെർബ് മാത്രം വരിക. മൂവിങ് ടു ടുഡേസ് ക്വസ്റ്റ്യൻ. കോവാക്സിൻ comprises of 12.7% of the nearly 1.52 billion doses administered so far. Covaxin comprises of 12.7 of the nearly 1.52 billion doses administered so far. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ. നോട്ട് ചെയ്യുക, സ്ക്രീൻഷോട്ട് എടുക്കുക. ഗിവ് മീ യുവർ ആൻസേഴ്സ് ഇൻ ദ കോമെന്റ് സെക്ഷൻ ആൻഡ് സീ യു ദെയർ. അപ്പോൾ അവിടെ കണ്ടേക്കാം. ഓൾ റൈറ്റ്. അപ്പോൾ ഇതാ ഇന്നത്തെ ആർട്ടിക്കിൾ വായിക്കാനും അതുപോലെ അതിലെ ഡിസ്കഷന് വേണ്ടി ആത്മാർത്ഥമായി പങ്കെടുത്ത എല്ലാവർക്കും താങ്ക് യു സോ മച്ച് എവരി വൺ. ലൈവ് വ്യൂവേഴ്സ്, ഐ എം സോ താങ്ക്ഫുൾ ടു യു ഓൾ. ഓക്കെ, അതുപോലെ റെക്കോർഡ് കാണാൻ സമയം കിട്ടിയുള്ളൂ, സമയമില്ല ലൈവിൽ വരാനെങ്കിലും താങ്ക് യു സോ മച്ച് എല്ലാവർക്കും. കീപ് വാച്ചിങ്, കീപ് സപ്പോർട്ടിങ്. അപ്പോൾ വീണ്ടും നമുക്ക് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ ഒഫീഷ്യൽ ചാനൽ, കേരള PSC ഷോർട്ട് സെലക്ഷൻ, KPSC ഷോർട്ട് സെലക്ഷൻ എന്നുള്ള നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ പേര്. ഇതാണ് ID. ഓക്കെ, സോ ജോയിൻ us. താങ്ക് യു എവരി വൺ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. കോമെന്റ് സെക്ഷനിൽ ആൻസേഴ്സ് ഉറപ്പായിട്ട് വിടുക. സജഷൻസ്, ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. യു ആർ ഓൾവേസ് വെൽക്കം. ഷെയർ ഇറ്റ് അമംഗ് യുവർ ഫ്രണ്ട്സ്, ഫാമിലി മെമ്പേഴ്സ്, മറ്റ് ആസ്പിറൻസിലൊക്കെ എത്തിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുന്നവരൊന്ന് ആലോചിക്കുക കേട്ടോ. അതുപോലെ തന്നെ
ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ADA24/7 ആപ്പ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക. യു വിൽ ഗെറ്റ് ഫ്രീ മോക്ക് ടെസ്റ്റുകൾ, ക്വസ്റ്റസ് ഒക്കെ. അതിൽ നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടും. അപ്പോൾ നിങ്ങളുടെ നമ്മളൊരു കോഴ്സ് പിന്നെ പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരുപാട് അത് റിഡീം ചെയ്തെടുത്ത് പോയിന്റ്സ് റിഡീം ചെയ്ത് പൈസ കുറച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഡെയിലി പ്രാക്ടീസ് സെഷന് ഈ പറയുന്ന മോക്ക് ടെസ്റ്റുകളും സബ്ജക്ട് വൈസ് മോക്ക് ടെസ്റ്റുകളും ക്വസ്റ്റസും അവൈലബിൾ ആണ്. സോ ഗോ ഫോർ ഇറ്റ്. നല്ലതായിട്ട് സ്റ്റുഡൻറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊരു ആപ്പാണ്, യൂസർ ഫ്രണ്ട്ലി ആപ്പാണ്. അപ്പോൾ ഉപയോഗിക്കാം. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവറി വൺ. സ്റ്റേ സേഫ്. വേറൊരു പരിപാടിക്കും പോകണ്ട, അടിപൊളിയായിട്ടിരിക്കുക. ബട്ട് എൻജോയ് യുവർ ഡേ. സീ യു ടുമോറോ. ബൈ.